ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം, തെറ്റായ കാര്യങ്ങൾ ഒരുപാട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സീരിയസ് എന്നല്ല, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാല് വളരെ ഹൈ ഗ്രോത്തിലോട്ട്, ഡബിളിലോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പിന്നെ പെന്ന് പേപ്പറൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്നവർ എടുക്കുക. പിന്നെ കേട്ടോ, അല്ലാതെ നമുക്ക് സേവ് എന്താ പറയാ, ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്നവർ ഓക്കെ, ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും റെഡി ആയിരിക്കുക. നമ്മളെ എന്താ പറയാ, നമ്മൾ ഇപ്പോഴുള്ള ബോണസിനെ ഡബിൾ ആക്കുക. ഡബിൾ ആക്കാനുള്ള എങ്ങനെ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളത് വളരെ വലിയൊരു സെഷനാണ്. 87 ആയിട്ടുള്ളൂ. അതിനൊരു 2-3 മിനിറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് പറ്റുമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി വാങ്ങുന്നതിന്റെ ഡബിളോട്ട് എങ്ങനെ പോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രൗൺ ഡയറക്ടറും പിന്നെ നമ്മുടെ വെസ്റ്റില് ഓരോ ആൾക്കാരെ എന്താ കൈ പിടിച്ചു ഉയർത്തുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ വേദിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നിവിടെ പിന്നെ ഈ ഇപ്പോഴും ഈ ബിസിനസ്സിൽ പിന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം എന്ന് പറയുന്നത് പിന്നെ ഞാൻ വിളിക്കുന്ന ഷാജി സാറാണ്. അവരെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഈ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത ഹാർഡ് വർക്ക് അത് ഓരോരുത്തർക്കും അറിയാം. പഴയ ഓരോ ആൾക്കാർക്കും ഇതിന്റെ അറിയാം ഹാർഡ് വർക്ക് എത്രയ്ക്ക്. ഒരുപാട് സ്ഥലത്ത് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്ന് ചിലപ്പോൾ ഫെയിലായി കാണാം അദ്ദേഹം. പക്ഷേ എവിടെയൊക്കെ ഫെയിൽ ആയിട്ടുണ്ടോ അദ്ദേഹത്തിന് കൂടെ വന്ന ഒരാളും ഫെയിൽ ആവത്തില്ല. കാരണം അദ്ദേഹം ബിസിനസ് പഠിച്ചെടുത്തതിന് ശേഷമാണ് വലിയൊരു ഇതിലോട്ട് പിന്നെ നമ്മളെയൊക്കെ ഇത്രയും ട്രെയിനിങ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ വന്ന ഒരാളും എവിടെയും ഒരു ഫ്ലോപ്പ് ആവാതെ ഹൈ ബിസിനസ് ഗ്രോത്ത് പോകാനുള്ള പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ വിന്നിംഗ് ടീമിന്റെ പുതിയതായ നമ്മുടെ ഡബിൾ ബോണസിലോട്ട് പോകുന്ന സിസ്റ്റം, അതും കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞായിരിക്കും ഷാജി സാറ്. ഷാജി സാറിന് പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഷാജി സാർ, വെൽക്കം. താങ്ക് യു സുരേഷ്. സുരേഷ് പറഞ്ഞ പോലെ ഡബിൾ ഇൻകം ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ചെയ്യുന്ന പണിയുടെ ഡബിൾ ചെയ്താൽ മതി അല്ലേ? വളരെ സിമ്പിളാണ് ഈ സെഷൻ. നമ്മൾ എല്ലാവരും ഒരു ഡബിൾ വരുമാനം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ചെയ്യുന്ന പണിയുടെ ഡബിൾ പണി ചെയ്താൽ മതി അല്ലേ? ഞാൻ വലിയ സെഷനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പ്രിപ്പയർ ഒന്നല്ല. പ്രിപ്പയർ ചെയ്ത സെഷൻ എനിക്ക് അത്ര ഭംഗിയായി ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചുകൊണ്ട് അത് മാത്രം പറയുന്നേ ഉള്ളൂ. സ്ലൈഡൊന്നും ഇല്ല. ഒരാളും കൂടെ കയറിട്ട് 100 ആവും അല്ലേ? ഇവിടെ വിന്നിംഗ് ടീമിൻ്റെ മിഷൻ 2x ഡബിൾ ഇൻകം ഡബിൾ ഗ്രോത്ത്, അതിൻ്റെ ഒരു സെഷൻ ഞങ്ങൾ ഇന്നലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഹിന്ദി സെഷൻ അറ്റൻഡ് ചെയ്തു. ഇതിൽ കുറച്ച് ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. രാജിച്ചേട്ടനും ഏകദേശം 10-20 പേര് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, 1000+ അത്രയും ആൾക്കാർ പുറത്തുനിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1000 പേരും വീഡിയോ ഓണായിരുന്നു. കണ്ടായിരുന്നു? ആരും ശ്രദ്ധിച്ചായിരുന്നു? 1000 പേരുടെയും വീഡിയോ ഓണായിരുന്നു. വീഡിയോ ഓഫാക്കത്തില്ല അവർ. വീഡിയോ ഓഫാക്കി അവരെ സപ്പോർട്ട് ചെയ്തില്ല. അറിയോ? അവിടെ അത് നോക്കാൻ വേണ്ടി 4-5 സ്റ്റാഫുണ്ട്. ആരാണ് വീഡിയോ ഓഫാക്കി നോക്കാൻ? വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷനിൽ ഏകദേശം 35 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ടീമാണ്. ആ ടീമിൽ അത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ CEO വരെ ഉണ്ട്. വിന്നിംഗ് ടീമിന്റെ CEO വരെ ഉണ്ട്. ഏകദേശം നമ്മളെ അമിത് അഗർവാൾ CEO ഉണ്ട്. അതിന് ഒരുപാട് സ്റ്റാഫുകളുണ്ട് ആ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ വീഡിയോ ഓഫാക്കിയാൽ പോലും നോട്ട് ചെയ്യും. വിന്നിംഗ് ടീമിന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അത്രക്കും ഡിസിപ്ലിനോട് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. ഇന്നലെ അവിടെ ഞങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ 22 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി കൂളായിട്ട് പറയുകയാണ് അടുത്ത വർഷം എൻ്റെ വരുമാനം 50 ലക്ഷം രൂപയാണെന്ന്. കൂളായിട്ട് പറയാം. അതാണ് ഞാൻ പറഞ്ഞ ഡബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വരാത്ത ആൾക്കാരുണ്ടോ? ആദ്യമായിട്ട് ഈ പ്രസന്റേഷൻ കേൾക്കാമെന്ന് ആരും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട. നിങ്ങളെ വരുമാനം മാത്രം ഫോക്കസ് ചെയ്ത് വന്ന വ്യക്തിയെങ്കിൽ ക്ഷമയോടെ കേട്ടോ. ഞാനിതിൽ പറയാൻ പോകുന്നത്, ഈ ഒരു ബിസിനസ് സുരേഷ് പറഞ്ഞ പോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വരുമാനം നോക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത ആളാട്ടോ. പല ആൾക്കാരും നമ്മൾ ബിസിനസ് വരുന്ന 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ എന്ത് കിട്ടി, അല്ലെങ്കിൽ 3 മാസം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയും ചിന്തിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇതുവരെ ഇതിൽ വരുമാനം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത വർഷം തൊട്ടാണ് ഇതിൻ്റെ വരുമാനം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അടുത്ത വർഷം തൊട്ടാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ?
അടുത്ത വർഷമാണ് ഞാൻ വെസ്റ്റീജ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ എന്താ പറയാ, പിക്ചർ അബീബി ബാക്കി എന്നൊരു പരസ്യം കണ്ടിട്ടുണ്ടോ? ഇത് വെറും ട്രെയിലറാണ്. പിക്ചർ അബീബി ബാക്കി. ഇനി നമ്മൾ വരാൻ പോകുന്ന ബിസിനസ് അടുത്ത മാസം തൊട്ടാണ്, അടുത്ത വർഷം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കാണ് വിന്നിംഗ് ടീമിന്റെ മിഷൻ 2x എന്ന് പറഞ്ഞാൽ ആ ഡബിൾ ഇൻകത്തിലേക്ക് പോകാൻ എല്ലാവർക്കും സാധിക്കുന്ന അവർ ഇത് പറഞ്ഞു നോക്കിയപ്പോൾ ആ സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് നോക്കുവാണെങ്കിൽ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ആ സിമ്പിൾ മെത്തേഡ് അല്ലാന്നേ ഉള്ളൂ. ഒരു സോപ്പ് വേസ്റ്റും വാങ്ങി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നില്ല. ആ മെത്തേഡ് അല്ല അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇന്ന് വിന്നിംഗ് ടീമിലും അല്ലെങ്കിൽ വെസ്റ്റീജിലും അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിലും ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ മാത്രമേ പറയാറ്. അല്ലേ? ആർക്കും അറിയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ബിസിനസ്സിലും അങ്ങനെ ആരും പറയത്തില്ല. കാരണം ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പിഴിയാന്നുള്ള കാര്യം മാത്രമേ കാണാനുള്ളൂ. ഞാനിത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങിച്ചു പോകും, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രൊഡക്റ്റെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വിന്നിംഗ് ടീമിൽ ഒരാൾ ഇതിന്റെ പ്രസന്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവരെ ഡ്രീം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നത്. ഡ്രീം ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ലക്ഷങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ 50,000, 5,000, 10,000, 1 ലക്ഷമൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. 1 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും വരുമാനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇവിടെയുള്ള ഞാൻ പല ആൾക്കാരുടെ സ്റ്റാറ്റസ് നോക്കാറുണ്ട്. ഞാൻ എല്ലാ സ്റ്റാറ്റസ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല, നോക്കുന്ന ഇഷ്ടമല്ല, സ്റ്റാറ്റസ് വെക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായിട്ട് കുറെ ആൾക്കാരെ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. വരുമാനം ലക്ഷ്യമാക്കിയിട്ട് 50,000, 1 ലക്ഷം രൂപ വരുമാനം ലക്ഷ്യമാക്കിയിട്ട് സ്റ്റാറ്റസ് ഞാൻ ഫോക്കസ് ചെയ്യാൻ. നിങ്ങൾക്ക് പല ആൾക്കാരും കണ്ടിട്ടുണ്ടോ? ഞാൻ സ്റ്റാറ്റസ് കാണാറുണ്ടല്ലോ, സാറ് കാണുന്നുണ്ടല്ലോ, ചിന്തിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്റ്റാറ്റസിൽ അവസാനത്തെ 50ാമത്തെ ഫോട്ടോ വെസ്റ്റീജിന്റെ ഒരു നീമിന്റെ ക്യാപ്സ്യൂളായി, ബാക്കി 49 ഫോട്ടോ വേറെ എന്തും വരും. അങ്ങനെ ആരെങ്കിലും അത് ഉണ്ടാവുമല്ലേ? ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ കണ്ടപ്പോൾ ആ സ്റ്റാറ്റസ് മുഴുവനും വേറെ എന്തൊക്കെയോ കമ്പനികളുടെ പ്രൊഡക്റ്റുകളും വേറെ ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ള ബിസിനസിന്റെ ആ സ്റ്റാറ്റസുകളും കുറെ സിനിമ വിജയുടെയും പല ആൾക്കാരുടെ മൂവി സോങ്ങുകൾ ഒക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പല ആൾക്കാർ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇത് സക്സസ് ആവുന്ന ഒരു സ്റ്റാറ്റസ് വെക്കുന്ന കാണാറില്ല. 12% സ്റ്റാറ്റസ് വെക്കുന്ന കാണില്ല. പ്രൊഡക്റ്റിനെ വെക്കുന്ന മറ്റുള്ള പലതുമാണ് സ്റ്റാറ്റസ് വെക്കുന്നത്. അല്ല, എൻ്റെ ചേച്ചി ജീവിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി പോലും വെക്കുന്നത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിന്റെ തക്കാളിയുടെ വിലയും ഉരുളക്കിഴങ്ങിന്റെ വിലയും എൻ്റെ ചേച്ചി പോലും വെക്കുന്നത്. അതായത് ചിരിച്ചതാണ്. അല്ലെ? അവരവിടെ ആ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം ഫ്രീ കിട്ടും. അതുകൊണ്ടാണ് അവർ ആ സ്റ്റാറ്റസ് വെക്കുന്നത്. വെറുതെ കിട്ടുന്ന പെർഫ്യൂം ഇല്ല, കളയാനുള്ള സ്റ്റാറ്റസ് വെക്കുന്നത്. ശരിയാണോ? ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ വില തിരിച്ചറിയാതുകൊണ്ട് മാത്രം അത് വെക്കുന്നത് കേട്ടോ. ഞാൻ വെക്കാറില്ല സുഹറ. ഓക്കെ. എനിവേ, നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ പ്രൊഫൈൽ പിക്ചറും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലും ആൾക്കാർ കണ്ടാ ചോദിക്കണം. ഇന്നലെ ഭീമ മേഡത്തിന്റെ എക്സ്പീരിയൻസ് ആണത്. ഭീമ മേഡത്തിന്റെ ഹസ്ബൻഡ് സാബുക്ക ഭീമ മേഡത്തിന്റെ ട്രോഫി, ആ സ്റ്റാർ ഡയറക്ടറിന്റെ ട്രോഫിന്റെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ബിസിനസ് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുക. അല്ല, ഭീമ മേഡം ചുരിദാറിന്റെ സ്റ്റാറ്റസ് വെച്ചെങ്കിൽ ആൾക്കാർ വരുമോ? അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ചേച്ചി ചെയ്യുന്ന അച്ചാറിന്റെ സ്റ്റാറ്റസ് വെച്ച് ആരെങ്കിലും ഒന്ന് ചോദിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ കാര്യമായിട്ട് എന്തോ ചെയ്യണമെന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ അന്വേഷിച്ച ആൾക്കാർ വരും. ഇല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഉടായ്പയും സ്റ്റാറ്റസ് വെക്കുന്ന ആളാണ് നമ്മൾ ചിന്തിച്ചു പോരാണ്. ഇതാ കുറേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ എന്തോ ഒന്ന് ചെയ്തിട്ട് നമ്മൾക്ക് വന്നിരിക്കാൻ ചിന്തിക്കും. നിങ്ങൾ ഇതിൽ എത്രത്തോളം സീരിയസ് ആണ്, എത്ര മണിക്കൂർ നിങ്ങൾ ഇതിനോട് മാറ്റിവെക്കാൻ തയ്യാറാണ്. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏത് രീതിയിലുള്ള ബിസിനസ് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. പ്രസന്റേഷൻ പഠിപ്പിക്കാൻ, MC ചെയ്യാൻ, ഇതെങ്ങനെ ക്ലോസ് ചെയ്യാന്ന് പഠിപ്പിക്കാൻ, എല്ലാത്തിനും ട്രെയിനിങ് വരെ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതുപോലും നോക്കാതെ ആൾക്കാരുണ്ട്. ട്രെയിനിങ് രാവിലെ 11 മണിക്ക് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ബിസിനസ് പഠിപ്പിക്കാൻ. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നും പറയാൻ വേണ്ടി ചെല്ലാൻ വന്നത്, നമ്മളെ വരുമാനം ഡബിൾ ആക്കി മാറ്റാൻ. ഇവിടെ പല ആൾക്കാരും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെ? പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, ഞാൻ പറയാറില്ല. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോഴും പല ആൾക്കാരും ഇതിൽ ചിന്ത കാണുന്നത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ് ആയിട്ട് ഇതിനെ കാണുന്നത്. ഒരിക്കലും നിങ്ങൾ കാണുന്ന ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് അറിയാൻ ശ്രമിക്കുക. ഇതൊരിക്കലും ഒരു പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ് അല്ല. പല ആൾക്കാരും ഇപ്പോഴും ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്.
പക്ഷെ അത് ചെയ്തോ കുഴപ്പമില്ല. അത് ചെറിയൊരു വരുമാനത്തിന് വേണ്ടി മാത്രമായിരിക്കണം, നിങ്ങളുടെ താൽക്കാലിക വരുമാനത്തിന് വേണ്ടി മാത്രമായിരിക്കണം. നിങ്ങൾ സെയിൽ ചെയ്യുന്നത്, ഇന്നലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും നമ്മൾ ഡ്രീം സെല്ലേഴ്സ് ആണ്. ഇന്നലത്തെ മീറ്റിംഗ് കേട്ടിയ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഹിന്ദിയാണ് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. നമ്മളെല്ലാവരും ഡ്രീം സെല്ലേഴ്സ് ആണ്. സോപ്പ് അല്ല വിൽക്കുന്നത്, നമ്മൾ ഹോപ്പാണ് വിൽക്കുന്നത്. ക്ലിയർ ആയോ? 44 രൂപ സോപ്പല്ല നമ്മൾ വിൽക്കുന്നത്, 44 ലക്ഷത്തിന്റെ ഹോപ്പാണ് നമ്മൾ വിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ പല ആൾക്കാരും കുറച്ച് സോപ്പും പേസ്റ്റും കൊടുക്കുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, അത് നിങ്ങളെ പേഴ്സണൽ വോളിയം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടുതൽ സാധനം വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കായിരിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ കസ്റ്റമറുടെ പിറകെ പോയിട്ട് നിങ്ങൾ സമയം കളയാതിരിക്കും. കുറച്ച് കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടന്ന് സെയിലുകളുണ്ട്, അവർ ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. ഇങ്ങോട്ട് അവർ സാധനം വാങ്ങി ഇങ്ങോട്ട് വരും. അതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഇങ്ങോട്ട് വരും, നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു 100 PV നമ്മളെ SP സാറിനോട് ചോദിച്ചാൽ, ഞാൻ SP സാറിനോട് പറഞ്ഞ കൺസിസ്റ്റൻസിക്കാരുടെ എണ്ണം എൻ്റെ ടീം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചാൽ എന്താ കാര്യം തരും? നീ 2500 ബിസിനസ് ചെയ്യുന്നല്ലേ? രാജീവിന്റെ ടീമിലെ ആൾക്കാർ മുഴുവൻ 2500 സ്വപ്നം കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണോ ചോദിച്ചത്. 2500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. ആണോ? പല ആൾക്കാരും 5ാമത്തെ മാസം കൺസിസ്റ്റൻസി ചെയ്യുന്നില്ല, കാരണം ഈ മാസം ഫ്രീ പ്രൊഡക്റ്റ് അല്ലേ. എന്തിനാ നമ്മൾ വർക്ക് ചെയ്യുന്നത്? ആ ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാൻ. നമ്മുടെ ഡ്രീം ഏതാണ്? 2500 രൂപക്ക് കമ്പനി തരുന്ന ഫ്രീ പ്രൊഡക്റ്റും ആദ്യത്തെ മാസം 4 മാസം ചെയ്യുന്ന ആ ഫ്രീ പ്രൊഡക്റ്റും, അതാണ് നമ്മുടെ സ്വപ്നം. 2 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ വന്ന വ്യക്തിയാണ് നമ്മളെല്ലാവരും. അല്ല, ഇവിടെ വെസ്റ്റീജിന്റെ വിന്നിംഗ് ടീം പറയുന്ന പ്ലാനിൽ 10 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ ഒരു പ്രൊജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. 10 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന പ്രൊജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്? ആ രീതിയിൽ നമ്മൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമോ? ഇത് ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ജിം കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വിന്നിംഗ് ടീം ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റീജ് കമ്പനി മാനേജ്മെന്റിനോടൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെയ്ത് ഒരു ട്രയൽ സെഷനിലൂടെ ഒരുപാട് ആൾക്കാർ ഇത് സെഷൻ ചെയ്തപ്പോൾ അവരുടെ ബിസിനസ്സിൽ 17% മുതൽ 20% വരെ ഗ്രോത്താണ് അവരുടെ ബിസിനസ് ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ 17% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മേലെ വരുമാനം വാങ്ങിക്കുന്ന, 22 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയുടെ ഗ്രോത്ത് ആണ് 17%. 20% 17%-ഇടയിൽ. അപ്പൊ അവരുടെ വരുമാനം എത്ര ലക്ഷം കൂടുന്ന ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പല ആൾക്കാരും നമ്മൾ ഇന്ന് നമ്മുടെ വെസ്റ്റീജും വിന്നിംഗ് ടീമും പറയുന്നത്, നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ചുപയോഗിക്കുക എന്നുള്ളതായിട്ടാണ് കാണാൻ പാടുള്ളൂ. 100 PVയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 90 PVയും പ്രൊഡക്റ്റ് പുറത്ത് കൊടുക്കാൻ ആക്കരുത്. നമ്മളതിൽ പല ആൾക്കാരും 100 PV ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കട്ടെ, നിങ്ങൾ ആരും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ പല ആൾക്കാർ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആൾക്കാർ കൺസിസ്റ്റൻസി 100 PV 0.1 ആയിരിക്കും, 100.1 ആയിരിക്കും PV ഉണ്ടോ, അല്ലെങ്കിൽ 100.3, 101 PV ഉണ്ടെങ്കിൽ ഒരു സോപ്പ് മൈനസ് ആക്കുവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പല ആൾക്കാരെ കൺസിസ്റ്റൻസിക്കാരെ PV ചെക്ക് ചെയ്തോ, 100.7 അല്ലെങ്കിൽ 100.1, 101 PV കുറവായിരിക്കും. 101 ഉണ്ടെങ്കിൽ ആ സോപ്പ് കട്ടാക്കും. സോപ്പ് കട്ടാക്കിയ 99.7 ആയതുകൊണ്ട് മാത്രം അത് 100.97 PV ആണ്. അങ്ങനെയുള്ള വ്യക്തി ആ 2500 PV മാത്രം ലക്ഷ്യമാക്കിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ 100% ഞാൻ പറയാം. 127 PV അല്ലെങ്കിൽ 137 PV 145 PV ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം 100% പ്രൊഡക്റ്റ് യൂസറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് പർച്ചേസ് ചെയ്തത്. വ്യക്തമാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? 125 PV ചെയ്താൽ അദ്ദേഹം ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്ത വ്യക്തിയാണ്. 100 PV ചെയ്ത വ്യക്തി കൺസിസ്റ്റൻസി ചെയ്യാൻ വേണ്ടി ചെയ്ത വ്യക്തികളാണ്. 155 PV ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിയാതെ 150 PV ചെയ്തു പോയതാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനം പഠിച്ചു. 160 കറക്റ്റായി ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് 155 PV ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ ഒരു 60 PV ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആക്കിയത്. ഈ ലെവലിൽ നമ്മളൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനം 100 PV തികയ്ക്കാനുള്ള സാധനമായി മാറരുത്. നമ്മൾ 100% വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറായി മാറുക എന്ന് പറയുന്നത്, ഞാൻ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കത്തില്ല, കാരണം ഒറിജിനലാണ്, മേക്കപ്പ് ഒന്നും ഇടാത്ത ആളാണ്, പൗഡർ ഇടത്തില്ല, ക്രീം ഉപയോഗിക്കത്തില്ല, ഫേസ് വാഷ് ഉപയോഗിക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. എനിക്ക് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുവരെ ആയിട്ട് ഷുഗറും കൊളസ്ട്രോളും വന്നിട്ടില്ല,
വേറെ കിഡ്നി പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സപ്ലിമെന്റിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നൗഫലിന്റെ ടീമിൽ ഒരാൾ ചോദിച്ചു പറഞ്ഞു, വീട്ടിലാർക്കും അസുഖം വരത്തില്ല, അതുകൊണ്ട് സപ്ലിമെന്റിന്റെ ആവശ്യമില്ല, നമ്മൾ ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറും മാത്രമേ വാങ്ങിക്കണമെന്നാണ് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, പക്ഷേ സപ്ലിമെന്റിന്റെ ആവശ്യം തന്നെ. ബിസിനസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ, സപ്ലിമെന്റ് രോഗികൾക്കുള്ളതല്ല കേട്ടോ. നമ്മൾ കമ്പനിയുള്ള സപ്ലിമെന്റ് ഒരാൾക്കും രോഗികൾക്ക് കൊടുക്കേണ്ട സാധനമല്ല. നേരത്തെ സുരേഷ് സാർ പറഞ്ഞിട്ടില്ലേ, ഡോക്ടറാണോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, വെരിക്കോസ് ഉണ്ടോ, മൈഗ്രൈൻ ഉണ്ടോ, നിങ്ങൾക്ക് വെസ്റ്റി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ അന്വേഷിച്ചേക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല, ഡ്രീം സെല്ലേഴ്സ് ആണ്. നമ്മൾ ഡ്രീം സെല്ലേഴ്സ് ആണെന്ന് തിരിച്ചറിയണം. എന്ന് വെച്ചാൽ നിങ്ങൾ 150 PVO 200 PVO 300 PVO ചെയ്യുകയാണെങ്കിൽ അത് എന്തിനായിരിക്കണം? നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതെ 90 വയസ്സ് വരെ 100 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം. ഇതൊക്കെ ഞാൻ ഇന്നലെ കൂടുതൽ മനസ്സിലാക്കിയത്. എൻ്റെ മനസ്സിൽ ഏകദേശം ഞാനും കൺസിസ്റ്റൻസി അതിനെ ലക്കി ഡ്രോക്ക് വെച്ച് അതിനുകൊണ്ടായിരുന്നു. ഞാനും അങ്ങനെ എൻ്റെ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഞാനും കൺസിസ്റ്റൻസി ലക്കി ഡ്രോ വെക്കുന്നത് അതിൻ്റെ ആൾക്കാർ എണ്ണം കൂടാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ എണ്ണം കൂടി, ഇഷ്ടംപോലെ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്, PV കയറി വരുന്നുണ്ട്, കൺസിസ്റ്റൻസി PV വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലത്തെ സെഷനിൽ മനസ്സിലാക്കി അവർ കൺസിസ്റ്റൻസി ഫോക്കസ്ഡേ അല്ല, അവരതിനുകൊണ്ട് ആരും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് അപ്പോഴേ PV കയറി വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അവരെ ജോയിനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മാസം വരുമാനം വേണം. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലിയിലൂടെ എല്ലാ മാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾക്കിത് സ്ഥിരമായിട്ട് നേടാൻ സാധിക്കുമോ? അസുഖമില്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ഈ സപ്ലിമെന്റ് കഴിക്കണം കേട്ടോ. ഷഹനാസ് ആരാണ് ചോദിച്ചത്? നിർബന്ധമായിട്ടും സപ്ലിമെന്റ് കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കണം സപ്ലിമെന്റ്. അസുഖമില്ലാത്ത ആളല്ല, അസുഖമുള്ള ആൾക്കല്ല സപ്ലിമെന്റ്. അസുഖമുള്ള ആൾ ഡോക്ടറെ കാണിച്ചോ, അസുഖം മാറ്റിക്കോ. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്റ് കഴിക്കേണ്ടത്. ഇവിടെ ഒരു മെഡിസിനും വെസ്റ്റീജ് കമ്പനിയിൽ ഇല്ല. ക്ലിയർ ആണോ? കാരണം ആ ഷഹനാസ് ചോദിച്ചത് ഏതാണ്? നമ്മൾ ഖത്തറിലെ ഷഹനാസ് അല്ല, വേറെ ഏതോ ഷഹനാസാണ് ചോദിച്ചത്. അസുഖമില്ലാതെ എന്തിനാ സപ്ലിമെന്റ് കഴിക്കണം? അസുഖമില്ലാത്ത ആൾക്കാരാണ് സപ്ലിമെന്റ് കഴിക്കേണ്ട. ആ ഷഹനാസ് ചോദിച്ചത് ആളുകൾ അങ്ങനെ ചോദിക്കും, നോക്ക്. അസുഖമില്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും അസുഖം വരാതിരിക്കാൻ വേണ്ടി സപ്ലിമെന്റ് കഴിക്കണം, നിർബന്ധമായിട്ടും. കാരണം ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കിട്ടാത്ത സാധനം, അത് ഞാൻ എപ്പോഴും പറയുന്നത്, അതിപ്പോൾ പറയുന്നില്ല, നിർബന്ധമായിട്ടും നമുക്ക് സപ്ലിമെന്റ് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ആർക്കും, ഇപ്പൊ ഷഹനാസ് ചോദിച്ച ചോദ്യം ആൾക്കാർ പറയുന്നില്ലേ, നിങ്ങൾ അത് ആൾക്കാർക്ക് കൊടുക്കാൻ നടക്കുന്നുണ്ട്. ആൾക്കാർ പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങൾ ഷഹനാസിന്റെ പ്രശ്നം, ഷഹനാസ് 16 സപ്ലിമെന്റ്സ് കഴിക്കുന്ന വ്യക്തിയാണ്. 16ഓളം സപ്ലിമെന്റ് ഖത്തറിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കുന്ന ആളാണ്. അവർക്ക് ഒരു അസുഖം ഉണ്ടായിട്ടില്ല കഴിക്കുന്നത്, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താ, വേറെ യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലംസ് ഇപ്പം വരാറില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും, നിങ്ങളുടെ ഷാഹുലൊക്കെ ഒരുപാട് പ്രോട്ടീൻ പൗഡറും ഒരുപാട് തുളസി ഒരുപാട് സപ്ലിമെന്റ് കഴിക്കുന്നത്. നമ്മളെല്ലാവരും സ്വന്തമായിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ, നമ്മുടെ വരുമാനം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ആള് പറയും, ഒരു ഐഡി എടുത്തിട്ട് 35 ദിവസമായിട്ട് ഐഡി കട്ടാവാൻ നിൽക്കുന്ന ആൾക്കാർ ഒരു സോപ്പെങ്കിലും വാങ്ങിച്ചിട്ട് ഐഡി കട്ടാവാതെ നോക്കണേ എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടും ഐഡി കട്ടായതിനു ശേഷം ഇനി ഐഡി എടുക്കാൻ വല്ല വഴിയുണ്ടോ സാറേ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഒരുപാട് നമ്മുടെ ടീമിലുള്ള. എങ്ങനെയാണ് സാറേ ഈ സപ്ലിമെന്റ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? ഇപ്പൊ പല ആളും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു സോപ്പ് വാങ്ങിക്കാൻ പോലും 35 ദിവസം ചെയ്യാൻ പറ്റാതെ ഐഡി കട്ടായ ശേഷം ബിസിനസ്സിൽ തുടരണം. അപ്പൊ ഇലക്ഷൻ കാർഡ് എടുത്ത് ഐഡി എടുക്കാം, അതിന് ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്നലെയാണ് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയത്. എന്തിനാണ് അങ്ങനെ ആള് നമുക്ക്, അവരെ കൂടെ നമ്മൾ എന്തിനാ സമയം കളയുന്നു വെറുതെ? എന്നിട്ട് അവരുടെ താഴെ 2 ജോയിനിങ് ആക്കി കൊടുത്ത് ഐഡി കട്ടാക്കാതെ നോക്കി അവരുടെ താഴെ ജോയിനിങ് ആക്കി കൊടുത്ത് ഇവരാരെ സപ്പോർട്ട് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞ, ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്ന ആൾക്കാർ ആരോ ആയിക്കോട്ടെ. ഈ 140 പേര് ഇത് മനസ്സിലാക്കിയ ആളാണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ഇടാവോ? ഈ 140 പേർക്കും വെസ്റ്റീജിൽ വിശ്വാസം ഉണ്ടോ? 100% ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് കൊള്ളാം, ഇതിന്റെ എല്ലാ മാസം നമ്മൾ ചെയ്ത ബിസിനസിന്റെ വരുമാനം നമുക്ക് തരുന്നുണ്ട് കമ്പനി, അല്ലെ? എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വരുമാനം കമ്പനി നമുക്ക് പെർഫെക്റ്റ് ആയി തരാറുണ്ട്. അല്ല, താഴെയുള്ള ചങ്ങായി നന്നായി സാധനം വാങ്ങിക്കുന്നുണ്ട്, ഞാനൊന്നും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. താഴെയുള്ള ചങ്ങായി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്,
എനിക്കാരും കൊണ്ടുവരാൻ പറ്റുന്നില്ല, എനിക്കാരും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചങ്ങായിക്ക് നല്ല വരുമാനമുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. വെസ്റ്റീജിന്റെ പ്ലാൻ അതാ, അങ്ങനെയാണല്ലോ. വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ വരുമാനമുള്ളൂ. എല്ലാവരും 100% വെസ്റ്റീജിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും 100% വെസ്റ്റീജിൽ വരുമാനം കറക്റ്റായി കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നാൽ പോലും അത് കമ്പനി നേരെയാക്കി തരാൻ നമ്മളിവിടെ സപ്പോർട്ടിനുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് 140 പേർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യൂലേ? ഞാൻ പറഞ്ഞത് നാളെ ജോയിൻ ചെയ്യുന്ന വ്യക്തിയല്ല കേട്ടോ, ഇനി ഐ ഡി എടുക്കാൻ പോകുന്ന വ്യക്തിയല്ല. അവിടെ നമുക്ക് പഠിപ്പിക്കാം, മനസ്സിലാക്കി കൊടുക്കാം, സമയം കൊടുക്കാം. ഇന്ന് വിന്നിംഗ് ടീമിന്റെ ഹൈദരാബാദ്, ഗുജറാത്ത്, മുംബൈ ടീമൊക്കെ ചെയ്യുന്നത്, അവര് 10 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മാസ വരുമാനം വേണോ എന്ന് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന പോലെയല്ല കേട്ടോ. ഞാൻ എങ്ങനെ ചോദിക്കാം? 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റില്ല ചോദിക്കും. 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം വരുമാനം വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് എനിക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ ഞാൻ ഈ 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറഞ്ഞ എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ? ഈ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുവാണെങ്കിൽ കണ്ടിന്യൂ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നുമല്ലോ. അതൊക്കെ പിന്നീട് പറഞ്ഞാൽ ഷജീർ, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പിന്നീട് പറഞ്ഞുതരാം. നമ്മൾക്ക് ഈ 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് വെസ്റ്റീജ് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനും, ഇതുപോലെ 140 പേരെ ഈ ബിസിനസ്സിൽ വിശ്വാസമുള്ളവരാക്കി മാറ്റാൻ സാധിച്ചില്ല, ആയില്ലേ? ഞാൻ ഇന്ന് എനിക്ക് ചിന്തിക്കുകയാണ്, നിങ്ങൾ 140 പേരും ഇന്നാണ് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇന്ന് നിങ്ങൾ എല്ലാവരും ഐഡിയ എടുത്ത് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ഇന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്. ഇതുവരെ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുള്ള 140 പേരാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്നു മുതൽ 5% പോലെ ബിസിനസ് തുടങ്ങുക. ഇന്നലെ വരെ നിങ്ങൾക്ക് ജോയിനിങ് ആയിട്ടുണ്ടാവില്ല. ഇന്നലെ വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു PV കയറിയിട്ടുണ്ടാവില്ല. ഇന്നലെ വരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും, ചിലപ്പോൾ 6 മാസമായിട്ടുണ്ടാവും, എത്രയോ മാസങ്ങളായിട്ടുണ്ടാവും. ഡോണ്ട് വരി, ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾ ഇന്നാണ് ഐഡിയ എടുത്ത് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് 142 പേർക്കും വെസ്റ്റീജ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വെസ്റ്റീജിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ഇതിലൂടെ 10 ലക്ഷം മാസ വരുമാനം വാങ്ങിക്കണം നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ക്ലിയർ അല്ലേ? ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾ പല ആൾക്കാരും വിശ്വാസമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇതിൽ കുറച്ച് പുതിയ ആൾക്കാരുണ്ടാവും, അവർക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. കുറച്ചു കാലം അവർ കാണും, കുറച്ചു കാലം കഴിയുമ്പോൾ അവർ നിർത്തിപ്പോകും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറ്. അല്ല, കുറച്ച് ആൾക്കാർ നമ്മളോട് സീരിയസ് ആയി വരുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറേ ആൾക്കാർ ഐഡിയ എടുക്കുന്നുണ്ടാവും, കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരാൾ മെസ്സേജ് ഉണ്ട്, സാറേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അറിയില്ല, കരഞ്ഞുകൊണ്ടൊക്കെ മെസ്സേജ്. എനിക്ക് മാത്രം എന്താണെന്ന് അറിയില്ല, 4 പേര് ഐഡിയ എടുത്തു, 4 പേര് ഒന്നും വാങ്ങിക്കുന്നില്ല, മെസ്സേജ് അയച്ച റിപ്ലൈ തരുന്നു. ഞാൻ 4 പേരല്ലേ ഉള്ളൂ, 6600 പേര് എൻ്റെ ഐഡിയ എടുത്തിട്ടുണ്ട്. മീറ്റിങ്ങിൽ എപ്പോഴും കണ്ടിട്ടുണ്ട് 6600 പേര് പങ്കെടുന്ന് കണ്ടിട്ടുണ്ട്. 146 പേരേ ഉള്ളൂ. അപ്പൊ ഞാൻ കരയോ കൊണ്ട് മരിക്കുമോ കൊണ്ട്? 6600 പേര് എൻ്റെ താഴെയുണ്ട്, 146 പേരാ മീറ്റിംഗ് കയറിയിരിക്കണേ. എന്താ ഞാൻ ചെയ്യേണ്ടത് പറയൂ? 4 പേര് ഐഡിയ എടുത്തപ്പോ ആ 4 പേര് മീറ്റിങ്ങിലുണ്ട്, ഇപ്പോഴും മീറ്റിംഗ് കയറിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ലാന്നേ ഉള്ളൂ. കരയാൻ തുടങ്ങിയപ്പോഴേ ഞാൻ എന്ത് ചെയ്യണം? കരയണോ ഓടണോ? 6600 പേര് എൻ്റെ നെറ്റ്വർക്കിൽ ഇപ്പൊ കാണുന്നുണ്ട്, 140 പേരെ കയറി മീറ്റിങ്ങിൽ. എന്ത് ചെയ്യണം നിങ്ങൾ പറ? എന്റെ ബിസിനസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ? ഭീമയുടെ താഴെ എനിക്ക് തോന്നുന്നു 2700 3000 മേലെ ആൾക്കാരുണ്ട്. ഭീമയുടെ എത്ര ആൾക്കാരുണ്ട് ഇതിനകത്ത്? വരുമാനത്തിൽ വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. അപ്പോ ഐഡിയ എടുക്കാൻ വരുന്ന ആൾക്കാർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഞാനിപ്പോ റിക്വസ്റ്റ് ചെയ്യുന്നു, വെറുതെ ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ വേണ്ടി 1 മാസം 35 ദിവസം കാത്തുക്കാനാക്കണ്ട. അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ. ഒന്ന് ഓർമ്മപ്പെടുത്തുക, കാര്യമായിട്ട് എടുക്കുക. നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് സെല്ലിംഗ് അല്ല, നമ്മൾ ചെയ്യുന്ന ഡ്രീം സെല്ലേഴ്സ് ആണ്. അതിന് വിന്നിംഗ് ടീം ചെയ്യുന്ന എന്താണ്? നിങ്ങൾക്ക് ഇതിൽ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ മാസം വരുമാനം വേണോ എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 1 ലക്ഷം രൂപ മതിയോ? ഒരു 3000 രൂപ സാധനം വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അല്ല 10 ലക്ഷം രൂപ വരുമാനമാണ്, 12000 രൂപ സാധനം വെച്ച് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഏതാ വേണ്ടത് നിങ്ങൾ പറഞ്ഞു? അവർ കൂളായിട്ട് പറയും 12000 സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്. 12000 പ്രൊഡക്റ്റ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ റെഡിയാണ്. അവരങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അവർ പറയും. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാനോ അങ്ങനെ പറയാനോ സാധിക്കത്തില്ല. കാരണം ഈ പറഞ്ഞ ഒരു സോപ്പ് വാങ്ങിക്കാൻ പറഞ്ഞ ആൾക്കാർ പോലും ഇപ്പോഴും 35 ദിവസമായിട്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ 12000 പറയും. ഞാൻ അവരോടല്ല പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ സപ്ലിമെന്റ് ഉപയോഗിക്കുക,
നമ്മുടെ ഹെൽത്തിന് വേണ്ടി എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, നമ്മുടെ വീട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, നമ്മുടെ വീട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മുടെ വെസ്റ്റീൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിക്കുക. നമ്മളെ പേഴ്സണൽ PV അത് ഇപ്പോൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ അത് കൂട്ടി ഒന്ന് ലെവൽ മാറ്റാൻ, നമ്മുടെ പേഴ്സണൽ വോളിയം 100 ചെയ്യുന്ന വ്യക്തികൾ അത് 200ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെല്ലാം. നിർബന്ധമായിട്ട് ഞാനൊന്നും ചെയ്യിക്കത്തില്ല. വിന്നിങ് ടീമിലെല്ലാം നിർബന്ധമാണ്, അവരെല്ലാം കമ്പൽസറിയാണ്. പക്ഷെ നമ്മളൊന്നും കമ്പൽസറി അല്ലാതെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആരും കളഞ്ഞിട്ട് പോവാതിരിക്കാൻ വേണ്ടി. പതുക്കെ പതുക്കെ ബിസിനസ് മനസ്സിലായി വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് അതിലേക്ക് പോകും. ഇതിൽ പല ആൾക്കാരും 100 PV 200 PV 300 PV ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, 500 PV ചെയ്യുന്ന ആൾക്കാരും 1000 PV ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായിട്ട് ഒരുപാട് ആൾക്കാർ ലെവലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർക്ക് കസ്റ്റമർ ഉള്ള ആൾക്കാരുണ്ട്. കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിൽ ഫോക്കസ്ഡ് ആവാതിരിക്കുക. പല ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. 300 PV 400 PV ചെയ്യുന്ന ആൾക്കാർക്ക് താഴെ ജോയിനിങ് ഉണ്ടാവത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 50 PV 60 PV ചെയ്യുന്ന ആൾക്കാർക്ക് ജോയിനിങ് നല്ല ഉണ്ടോ? ചിലപ്പോൾ സെൽഫ് PV ചെയ്യാത്ത ആൾക്കാർക്ക് ജോയിനിങ് ഉണ്ടോ? താഴെ ടീം നല്ല ജോയിനിങ് ഉണ്ട്, സെൽഫ് ചെയ്യാൻ പൈസ ഉണ്ടാവും, സ്വന്തം പർച്ചേസ് ചെയ്യാൻ പൈസ ഉണ്ടാവത്തില്ല. അങ്ങനെയുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മളിതെല്ലാം ചേർന്നിട്ട് മിക്സായി മാറണം. സെൽഫ് PV ചെയ്യാൻ പറ്റും വേണം, കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും വേണം, അതുപോലെ നമുക്ക് ജോയിനിങ് നടത്താൻ സാധിക്കും. നല്ലോണം ഡെയിലി ആയിട്ട് ഇപ്പം നമ്മുടെ ടീമിൻ്റെ പ്രത്യേകത കരം 2 മണിയുടെ പ്ലാനിലായാലും 9 മണിയുടെ പ്ലാനിലായാലും 5 മണിയുടെ പ്ലാനിലായാലും വരുന്നിരിക്കുന്ന ആൾക്കാർ അവസാനം വരെ ഇരിക്കുന്നുണ്ട്, ജോയിനിങ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ടീമിലൊക്കെ ആൾക്കാർ ജോയിനിങ് ആവുന്നത്. ആരൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടോ അവർക്കെല്ലാം ജോയിനിങ് ആണ് അല്ലേ? ചോദിച്ചു നോക്കി, നിങ്ങൾ മെസ്സേജ് അയച്ചു നോക്കിയേ, നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും ജോയിനിങ് അല്ലേ. പിന്നെ അവർ ജോയിനിങ് ചെയ്ത ആൾക്കാർ പിന്നെ കാണുന്നില്ല, അത് നമ്മൾ മിസ്റ്റേക്ക് അല്ല, അവർ വേറെ ആളുടെ ബിസിനസ് പറയുന്നതുകൊണ്ട് ഇല്ല നെഗറ്റീവ് കൊണ്ട് നിർത്തി പോകുന്ന. പക്ഷെ എങ്കിലും വരുന്ന ആൾക്കാർ നമ്മളുടെ വാക്ക് കേട്ടിട്ട് ജോയിനിങ് ആവുന്നുണ്ടല്ലോ, കറക്റ്റ് അല്ലേ? പല ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ചെയ്യാൻ തോന്നുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ ചെയ്യാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ മാഡത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നേ പറയത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങളോട് വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ചങ്ങായി എങ്ങനെയെങ്കിലും ലാസ്റ്റ് വരെ ഒന്ന് ഇരുന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? അവസാനം വരെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇരിക്കാറുണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൂമിലേക്ക് എത്തിച്ചാൽ പോരെ? ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞിട്ട് സൂമിലേക്ക് കയറുന്നില്ല, നിങ്ങൾ ചങ്ങായി ആണെങ്കിൽ അവിടെ പോയി ഇരുന്ന് സൂമിലേക്ക് കയറ്റാൻ ശ്രമിക്കുക. എങ്കിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ആ ഒരു ആക്ഷനിലൂടെ നമുക്കിതിലേക്ക് ആൾക്കാരെ കണക്റ്റ് ആക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സില്ല, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക നമ്മൾ. പക്ഷെ നമ്മളിതിൽ ജോയിൻ ചെയ്ത സീരിയസ് ആയിട്ടുള്ള തീരുമാനം എടുത്ത ആൾക്കാർ നമ്മളെ ഇൻകം ഡബിൾ ആക്കാൻ, നമ്മളുടെ ആ ഒരു ആക്ടിവിറ്റി ഡബിളാക്കി മാറ്റാം. ജോയിനിങ്ങിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളുടെ വർക്കിംഗ് അവർ എത്ര മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ഹർഷ വർക്ക് ചെയ്യുന്നു 1 മണിക്കൂർ 2 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ കുറച്ചും കൂടി 2 മണിക്കൂർ കൂട്ടാം. സൂമിലേക്ക് കയറുന്നില്ല നമുക്കറിയാം. സൂമിലേക്ക് എങ്ങനെ കയറും? 4 അവറിന്റെ മീറ്റിംഗ് കേട്ട വ്യക്തി ആരെങ്കിലും സൂം മീറ്റിംഗ് കയറുമോ? അവർക്ക് സൂം ആപ്ലിക്കേഷനെ പേടിയാണ് അല്ലെ? 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷമാണ് അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞത്. ഇന്നലെ നമ്മളെ ഭീമയുടെ ഗ്രൂപ്പിൽ ഒരാൾ വന്നിട്ട് മെസ്സേജ് ഇട്ടു, നിശാന്ത് പറഞ്ഞ ചങ്ങായി 4 അവറിന്റെ ലിങ്ക് ഷെയർ ചെയ്തിരിക്കുക. ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ഈ ചങ്ങായി ആരാണെന്ന് ചോദിച്ചു. ഞാൻ ആ ഗ്രൂപ്പിൽ കയറി, അതിനുശേഷം ചങ്ങായിനെ റിമൂവ് ചെയ്തു. ചങ്ങായിക്ക് ഇതെന്താ കമ്പനി വെസ്റ്റ് ചെയ്യുന്ന അറിയത്തേ ഇല്ല, ആരോ പിടിച്ച് ഗ്രൂപ്പിൽ ഇടാക്കിയിരിക്കുക. പണ്ട് എപ്പോഴോ ജോയിൻ ആക്കി വെച്ചിരിക്കുക. അവൻ 4 അവറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ പോയി ഇതേതാ കമ്പനി വെച്ചു, അവർ 4 അവർ ആണ്. അപ്പോൾ അടിപൊളി പേസ്റ്റാണ് സാർ, 500 രൂപയുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ അത് സൂക്ഷിക്കേണ്ട ലോക്കറില്ലാന്ന് പറഞ്ഞു. പല്ല് തേക്കേണ്ട പേസ്റ്റ് അല്ലല്ലോ അത്, ലോക്കർ അങ്ങനെ ലോക്കറില്ല. അതുപോലത്തെ മീറ്റിങ്ങിന് കയറിയ ആൾക്കാരാണ് ഈ സൂമിലേക്ക് വരാൻ മടിക്കുന്നത്. ആ വ്യക്തികൾ പറഞ്ഞു ഇത് 4 അവർ അല്ല സുഹൃത്തെ എന്ന് പറഞ്ഞു ധൈര്യമായിട്ട്. അവർക്ക് പേടി അതാണ്, ഇത് 4 അവർ പോലത്തെ കമ്പനി അല്ല, സൂമിലേക്ക് വരാൻ മടിക്കേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അവർ സൂം മീറ്റിംഗ് പേടിക്കുന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്കറിയാം പല ആൾക്കാർ ഇത് 4 അവർ നിങ്ങൾ അയക്കുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്ന മെസ്സേജ് 4 അവർ ആണോ, 4 അവർ ആണോ അല്ല, അങ്ങനെ ചോദിക്കും. വെസ്റ്റീജ് ആണോ ആരും ചോദിച്ചിട്ടുണ്ടോ? 1-2 ആൾക്കാർ ചിലപ്പോൾ ഏതെങ്കിലും ഉടായ്പ ലീഡർമാരെ തലേ പോയി വെച്ച് കൊടുത്ത ആൾക്കാരുണ്ടോ? ID എടുത്ത് ബൾക്ക് സാധനം വാങ്ങിപ്പിച്ച ആൾക്കാർ. കഴിഞ്ഞ ആഴ്ച നീതു എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരാൾ 50,000 സാധനം വാങ്ങിപ്പിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാസന്തി മേഡത്തിനെ പോലെ 1 ലക്ഷം രൂപ സാധനം വാങ്ങിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് പോയ ലീഡർമാർക്ക്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ വെസ്റ്റീജ് ആണോ എന്ന് ചോദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ
എൻ്റെ ആരോഗ്യത്തിലുള്ള വെസ്റ്റീജ് ചെയ്തിട്ടുണ്ട്, അധികം രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് മാത്രമേ പറയൂ. അല്ലാതെ വെസ്റ്റീജ് ആണോ നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യം വരില്ല. ഫോർ എവർ ആണോ, ഒറീഫ്ലെയിം ആണോ, അല്ലെങ്കിൽ ഫിജി കാർഡാണോ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ പറയേണ്ട കാര്യം ഫോർ എവർ പോലത്തെ കമ്പനി അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആശ്വാസം കൊണ്ട് കേൾക്കുക. ഇതാണ് ഞാൻ ഈ സൂം മീറ്റിംഗ് ആദ്യം പറയുന്ന കാര്യം. ഈ സൂമിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്, ഈ 30,000 സാധനം വാങ്ങിക്കുന്ന ആ 500 രൂപയുടെ പേസ്റ്റ് കൊടുക്കുന്ന കമ്പനി അല്ല. കമ്പനിയുടെ പേര് പറയേണ്ട ആവശ്യമുണ്ട് അവിടെ. ആ കമ്പനിക്കാർക്ക് എനിക്കെതിരെ പരാതിയൊന്നുമില്ല, അല്ലെ? 500 രൂപ പേസ്റ്റ് വാങ്ങിക്കുന്നയോ അല്ലെങ്കിൽ 30,000 സാധനം വാങ്ങിക്കുന്ന കമ്പനി അല്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ജ്യൂസും ടീഷർട്ടും വാങ്ങിക്കുന്ന ആ കമ്പനി അല്ല, കട്ടിനടി സൂക്ഷിക്കുന്ന ആ കമ്പനി അല്ല പറയുമ്പോൾ അവർക്ക് മനസ്സിലായി പി ജി കാർഡ് അല്ല എന്നുള്ളത്. പേര് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച ആരോ സുരേഷിന് ആർക്കൊക്കെ മെസ്സേജ് ഉണ്ട്, ആ സാറ് പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ 30,000 അതിൽ പോയി, ഒന്നും കിട്ടിയില്ല. എൻ്റെ മാത്രമല്ല മോളെ പേരിൽ 30,000 ഇട്ടു, അതും പോയി. നാട്ടുകാരെ മൊത്തം 30,000 വെച്ചിട്ട് അതും പോയി. അതുകൊണ്ടാണ് സൂം എന്ന് പറഞ്ഞ സാധനം അവർക്ക് പേടിയില്ല. അപ്പൊ അതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യം ശ്രമിക്കുക. ഫോർ അവറിൽ വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തില്ലേ. നിങ്ങളുടെ ടീം മെമ്പേഴ്സും നിങ്ങൾക്ക് അതിലൊരു അനുഭവം ഒരു വോയിസ് മെസ്സേജ് ആക്കിയിട്ടു അവർക്ക് കൊടുക്കും, നിങ്ങൾ ലീഡർമാർക്ക്. ഞാൻ ഫോർ അവർ ചെയ്തിരുന്നു, അതിനകത്ത് എന്താ അവസ്ഥ എന്ന് ഞാൻ ഒരുപാട് ഫോർ അവറിന്റെ വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കാറുണ്ട് ആൾക്കാർ, എനിക്ക് അയച്ചു തന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് അതല്ല എന്നുള്ളത്, ഫിജി കാർഡ് അല്ല എന്ന് മനസ്സിലാവും. ഈ 2-3 കമ്പനികളുടെ പേടി കാരണമാണ് ഇന്ന് പല ആൾക്കാർ ഇതിൽ വരാതെ. നമ്മളെ സൂമിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഇരിക്കുകയാണെങ്കിൽ അവർ 100% ജോയിനിങ് ആവും. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ തീരെ സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാർ, അവർ വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ ഈ ചെയ്യുന്ന 2 മണി സെഷൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്, അത് അയച്ചോളൂ. അങ്ങനെയും ആൾക്കാർ ജോയിൻ ആവുന്നില്ല, അങ്ങനെ ഐഡിയ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സ് മുഴുവനായി കേൾക്കാൻ അദ്ദേഹം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം കേൾക്കത്തുള്ളൂ. അത് മുഴുവനായി കേട്ട വ്യക്തിയാണെങ്കിൽ മാത്രമേ അദ്ദേഹം ജോയിൻ ചെയ്യത്തുള്ളൂ. ആ റെക്കോർഡ് സെഷന്റെ കുഴപ്പം കൊണ്ടല്ല, ആ ചങ്ങായി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് പോകും, പിന്നെ അതിലേ ഒരു പോക്കങ്ങ് പോകും, പിന്നെ ഇത് കാണത്തില്ല, പിന്നെ അദ്ദേഹത്തിന് റിപ്ലൈ ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മളെ ആയിരിക്കും സാറിന്റെ റെക്കോർഡ് സെഷൻ അയച്ചിട്ടും ആ ചങ്ങായി ഐഡി എടുത്തില്ല, ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സാറിന്റെ റെക്കോർഡ് സെഷൻ ശരിയല്ല ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഏത് വ്യക്തിയാലും അത് മുഴുവനായി കേട്ടിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. പക്ഷെ അത് മുഴുവനായി കേൾക്കാനുള്ള ക്ഷമ ആ വ്യക്തിക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ജോയിൻ ചെയ്തത് കമ്പനിയുടെ കുറ്റം കൊണ്ടോ നമ്മളെ പ്ലാനിന്റെ കുഴപ്പം കൊണ്ടല്ല. ആ ചങ്ങായിക്ക് ഈ ബിസിനസ് ചെയ്യാൻ സമയമില്ല, അദ്ദേഹത്തിന് ദൈവം വിധിച്ചിട്ടില്ല. വെസ്റ്റീജിലൂടെ വരുമാനം വാങ്ങിക്കാൻ അദ്ദേഹത്തിന് വിധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച സുമ ചേച്ചി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുമ ചേച്ചി അയച്ച മെസ്സേജ് കൊണ്ട് എനിക്കൊരു ജോയിനിങ് ആയിട്ടുണ്ട്. സുമ നജീബിൽ ഇതിനകത്തുണ്ടോ? സുമ നജീബ് ഇതിനകത്തുണ്ടോ? ഒരാള് എനിക്ക് ബിസിനസ് വേണ്ട, ഞാൻ ചെയ്യുന്നില്ല, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തേക്കെന്ന് പറഞ്ഞ സമയത്ത് സുമാൻ നജീബ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അപ്പം തന്നെ അവർക്ക് അയച്ചു കൊടുത്ത് അവർ ഐഡി എടുത്തു. ക്ലിയർ ആണോ? സുമാൻ നജീബ് ഇവിടെ ഉണ്ടോ? അവർ പറഞ്ഞ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാറേ, ഞാൻ വെസ്റ്റീജിന്റെ 20 പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഷാഹുലിനെ പറയാം, 20 പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എല്ലാം ഒന്നിനൊന്നും മെച്ചം. വെസ്റ്റീജ് ബിസിനസ് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രം ദൈവനിയോഗമുള്ള അവർക്ക് മാത്രമേ ഈ കമ്പനിയെ കുറിച്ച് തിരിച്ചറിയത്തുള്ളൂ. എനിക്ക് ദൈവനിയോഗമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ കമ്പനി തിരിച്ചറിഞ്ഞു. ഞാൻ പറയുന്ന വ്യക്തിക്കാർക്ക് അത് ദൈവനിയോഗമില്ല, അവർക്കത് തിരിച്ചറിവില്ല. ഞാൻ ഒരിക്കലും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിന് വാങ്ങിക്കാതിരിക്കുന്നത് സ്ഥിരമായിട്ട് വാങ്ങിക്കും. ആര് വന്നിട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലി പ്രൊഡക്റ്റ് ഉപയോഗിക്കും. ഈ മെസ്സേജ് അവർക്ക് അയച്ചു കൊടുത്തിട്ടില്ല, അവർ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്ത വ്യക്തി ഈ മീറ്റിങ്ങിൽ ഉണ്ടെന്ന്. ക്ലിയർ ആയോ? എൻ്റെ പ്ലാൻ വേണോ? എൻ്റെ പ്ലാൻ കൊടുത്താലേ ജോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് സാജിദ ദാവൂദാണ് ഭീമില്ലാണ്ട് 5 മണിയുടെ പ്ലാൻ ക്ലോസ് ചെയ്തത്. 6 വ്യക്തികൾ പ്ലാൻ ഉള്ള 6 പേരും ജോയിൻ ചെയ്തു. എൻ്റെ പ്ലാൻ വേണം നിർബന്ധമുണ്ടോ? സാജിദ ദാവൂദ് ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞു, അല്ലേ? നമ്മൾ ഈ ബിസിനസ്സിനെ ആ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ, ആ മനസ്സിലാക്കുന്ന സാധനമല്ലേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മനസ്സിലാക്കാത്ത വ്യക്തിയാണ് താഴെ ഒരു വ്യക്തി നെഗറ്റീവ് കിട്ടുമ്പോൾ നേരെ മേലോട്ടേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. എന്തിനാ ഫോർവേഡ് ചെയ്യുന്നത്? അയാളെ കൂടെ നെഗറ്റീവ് ആക്കാൻ പറ്റും, അല്ലെ? എനിക്ക് ഒരുപാട് ആൾക്കാർ അയക്കും, അയാൾ അയച്ച മെസ്സേജ് ഞാൻ കേൾക്കില്ല, 2 മിനിറ്റ് കേൾക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ റിപ്ലൈ എടുക്കും, ഇയാളോട് ബിസിനസ് ചെയ്യേണ്ട പറഞ്ഞേക്കുന്നത്. എന്തിനാ വെറുതെ നെഗറ്റീവ് അടിച്ച് കയറ്റുന്നത്? ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തി നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവർ ചെയ്യുന്നുണ്ടാവും, അല്ലാത്ത വ്യക്തി പോയിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ ഇത് ആദ്യം നമ്മുടെ മനസ്സിൽ ഇതെന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഡെലിവറിയിൽ ആ വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴും ഞാൻ തന്നെ പ്ലാൻ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇതിന് പരിപൂർണമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ പ്ലാൻ കൊടുത്തു നോക്കൂ. നേരിട്ട് ഒരു വീട്ടിലേക്ക് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ ശേഷം ഇപ്പോൾ മുഹമ്മദ് അഷ്റഫ്, അതുപോലെ സുധീർ സുലൈമാൻ, മുകുന്ദേട്ടൻ, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം എന്താ ചെയ്യുക? ചായ കുടിക്കുക, ഇറങ്ങുക, നമ്മളെ കാറ്റലോഗും സക്സസ് പ്രൊഫൈലും വാങ്ങിക്കുക, അത് എടുത്ത് കാണിക്കുക ആൾക്കാർ. ഈ കേട്ട കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറയുക. പോകുന്ന സമയത്ത് മനസ്സിൽ കാണാം ഈ ചങ്ങായി ഒരിക്കലും ജോയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ പോയി പ്ലാൻ കൊടുത്തത്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ലേ നമുക്ക് സമാധാനം. നമ്മൾ പ്ലാൻ അങ്ങനെ പോയത്. ഇയാൾ ജോയിൻ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചിട്ട് പ്ലാൻ കാണിക്കുന്നത്. ഇനി അഥവാ കഷ്ടകാലത്തിന് ചങ്ങായി ഐഡിയ എടുത്തു കഴിഞ്ഞാൽ അഷ്റഫിന്റെ സന്തോഷം തരുന്നതോ ചങ്ങായി ഇന്ന് സാജിദിനെ സന്തോഷമല്ല. സാജിദ് 6 വ്യക്തികളും ഐഡിയ എടുത്തു ജോയിൻ ചെയ്തിട്ടുണ്ട്. സാജിദ് ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ 6 പേരും ജോയിൻ ചെയ്തു. സാജിദിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊന്നും വേണം. ആദ്യമായിട്ട് ക്ലോസ് ചെയ്ത 6 പേരും ബിസിനസ്സിൽ ഓക്കെയാണ്, അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് പ്ലാൻ കൊടുക്കുന്ന വ്യക്തി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയില്ലേ? അതിന് അഥവാ അയാൾ നോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി, ഈ ഷാജി സാറും കുറെ പ്ലാൻ എൻ്റെ തല കൊടുത്തിട്ടില്ലേ, അവർ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാൻ എത്ര ആൾക്കാർ അയാളെ മുന്നിൽ കൊണ്ടിരുത്തിയില്ല, അയാളൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. നേരെ തിരിച്ച് ചിന്തിക്കാം. ഷാജി സാറ് പ്ലാൻ കൊടുത്താലും പ്ലാൻ എടുത്ത് ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒന്നല്ലേ കൊടുത്തിട്ടുള്ളൂ, അടുത്തൊരാൾക്കും കൊടുക്കാം. നിങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യും. ഇത് ഭീമക്കും ചെയ്യാം. ഭീമക്ക് 50,000 വരുമാനമുള്ളതാ. ധൈര്യമായിട്ട് ഇറങ്ങി പ്ലാൻ കാണിക്കാം. നമ്മുടെ വരുമാനം കാണിക്കാം. നിങ്ങളുടെ വരുമാനത്തില 25,000. ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് 50,000 വാങ്ങിക്കുന്നുണ്ട്. എന്താ വേണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണമെങ്കിൽ ഭീമയൊക്കെ പ്ലാൻ കാണിക്കുന്നുണ്ടെങ്കിൽ 12,000 സാധനമായി ജോയിൻ ചെയ്യിച്ചാൽ മതി. ഭീമ 3,000 വാങ്ങിക്കുന്നെങ്കിൽ എൻ്റെ താഴെ ഒരാളുണ്ട്, അയാളെ താഴെ ജോയിൻ ചെയ്തിട്ടാവും. എൻ്റെ കൂടെ നേരിട്ട് ജോയിൻ ചെയ്യെങ്കിൽ 12,000. പക്ഷെ ഒരിക്കലും ആ 12,000 ജോയിൻ ചെയ്യിച്ച വ്യക്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വാങ്ങിച്ച് പിന്നെ അങ്ങോട്ട് പോകാതിരിക്കരുത്. അവരെ കൂടെ നിന്നിട്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അവരെ സഹായിക്കണം. മറ്റുള്ള ടീം ലീഡേഴ്സ്മാർ ചെയ്യുന്ന സാധനം വാങ്ങിച്ച ശേഷം പിന്നെ അങ്ങോട്ട് പോകാതിരിക്കരുത്. കൂടെ നിന്ന് വർക്ക് ചെയ്യും. അവരെ സഹായിക്കുക. ഇല്ലെങ്കിൽ 6,000, ഇല്ലെങ്കിൽ 3,000 അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്കൊക്കെ പ്രൂവ് ചെയ്ത ആൾക്കാർ, വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ, സുരേഷൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ. എത്രയും പെട്ടെന്ന് കുറച്ച് സ്പീഡായി വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫ് വരുമാനം കുറിച്ച് കൂടുതൽ കാണിക്കുക, കൂടുതൽ എടുക്കുക. എന്ന് വെച്ചാൽ വരുമാനം കാണിക്കുക. ഒന്നും ചെയ്യാതെ മാറി നിന്നിട്ട് വല്ലപ്പോഴും കൂടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വല്ലപ്പോഴും കൂടി എന്തെങ്കിലും 2-3 സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. നീ ആദ്യം വരുമാനം വാങ്ങിച്ച് കാണിച്ചതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യാം. ഈ ഡയലോഗ് കേൾക്കുന്ന കുറെ ആൾക്കാരില്ല, അല്ല? ഈ ഡയലോഗ് കേട്ടിട്ടോ? നീ ആദ്യം ഇത് വിജയിച്ച് കാണിക്കൂ, അതിനുശേഷം ഞാൻ നിന്നോടൊപ്പം ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓക്കെ, ഞാൻ ഇറങ്ങി വരാന്ന് പറയും. നിങ്ങളിത് വിജയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? അവിടെയെങ്കിലും ഒരു വാശി വേണ്ടേ? അതുമില്ല, അതുമില്ല. എന്നാൽ ആ ചെങ്ങായിനെ മുമ്പിലങ്ങ് വിജയിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ഒരു വരുമാനം വാങ്ങിക്കണ്ടേ? ആ സ്പീഡെങ്കിലും കാണിക്കണം. അതും കാണിക്കത്തില്ല. നമ്മളിതിൽ വാശിയോടെ ബിസിനസ് ഏറ്റെടുക്കുക. നമ്മളിതിൽ വരുമാനം കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, കണ്ടിന്യൂ ആക്ഷൻ ചെയ്യുക, സ്ഥിരമായിട്ട് കണ്ടിന്യൂ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ആരോളം വെച്ച് രാഹുൽ ഉണ്ടാവും, ഭീമ ഉണ്ടാവൂലേ? എല്ലാ ദിവസവും വർക്ക് ചെയ്യലുണ്ട് ഭീമ? എല്ലാ ദിവസവും ഇല്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും കണ്ടിന്യൂ, ഒരു ദിവസം പോലും മാറി നിൽക്കാതെ വർക്ക് ചെയ്യുന്ന ആരുണ്ടോ? എല്ലാവരും ഉണ്ടോ? ഒരു മെസ്സേജ് അയക്കലല്ലോ, ലിങ്ക് ഷെയർ ചെയ്തല്ലോ കേട്ടോ. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കത്തില്ല. ഞാൻ പറയും എവിടെയാണ് കാണാൻ സാറേ? ഞാൻ ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സാർ ബിസിനസ്സും വിട്ടില്ല കേട്ടോ. സാറെ ഞാൻ ബിസിനസ്സിലുണ്ട് കേട്ടോ. ഞാൻ സാറിന് മെസ്സേജ് അയക്കുന്നില്ല. സാറ് തിരക്കായതുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യത്തിലാണ്. ആർക്ക് ബുദ്ധിമുട്ട്? എനിക്കോ? സാറ് തിരക്കായതുകൊണ്ട് സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ ടീമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രയോജനം ഉണ്ടാകത്തില്ല. സത്യസന്ധമായി ഞാൻ പറയാം. നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടോ ബിസിനസ്, ആ സമയത്തും നിങ്ങൾ പ്ലാൻ കൂടുതൽ കാണിക്കണം. നിങ്ങൾ അപ്ലൈനായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഞാൻ ആരോട് ചോദിച്ചാലും പറയുന്ന കാര്യം എന്താ പറയുക? സാറേ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കണം. ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരും ഫോൺ ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാ ലിങ്കുകളും ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ മെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. പ്രയോജനമുണ്ടോ? ഇല്ല. ആരാണോ നിങ്ങൾ മെൻറ്ററെ സെലക്ട് ചെയ്യുന്നത് അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. നിർബന്ധമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ പറഞ്ഞു തരും. അത് നിർബന്ധമായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് തീരെ ബിസിനസ് ഇല്ല, ഒരു ജോയിനിങ് നടക്കുന്നില്ല, എന്തായാലും നിങ്ങൾ പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കണം. കണ്ടിന്യൂ പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കണം. റിസൾട്ട് ഇല്ലെങ്കിൽ മാറി നിൽക്കരുത്. കണ്ടിന്യൂ പ്ലാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുടർച്ചയായി 30 ദിവസവും സൂമിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു 5 ജോയിനിങ് ഉണ്ടാവും. 100% ഞാൻ പറയാം. നിങ്ങൾ 30 ദിവസം കണ്ടിന്യൂ സൂമിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യും. പല ഗ്രൂപ്പിലും കൂടി ലിങ്ക് ഷെയർ ചെയ്തില്ല. പല ആൾക്കാരും സൂമിലേക്ക് വന്ന് ആരെ ഇൻവൈറ്റ് ചെയ്ത് പോലും അറിയത്തില്ല. ഏതോ തൊഴിൽ വാർത്തയിൽ ഞാൻ ഗ്രൂപ്പ് ലിങ്ക് കാണിച്ച് വന്നിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് വന്നിരിക്കുകയാണ്, ഫേസ്ബുക്കിൽ ലിങ്ക് വന്നിരിക്കുക, ആളാൻ പേരറിയത്തില്ല.
അങ്ങനെ ഞാൻ മൈൻഡ് ആക്കത്തില്ല. നമ്മൾ ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക, ആൾക്കാരെ വിളിക്കുക, സംസാരിക്കുക, നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവുക, കണ്ടിന്യൂ ആൾക്കാരെ 30 ദിവസം കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന 5 ജോയിനിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവും. താഴെയുള്ള വ്യക്തികൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതല്ല, ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും, ഈവൻ ഭീമ അടക്കം, സുരേഷ് അടക്കം, സുമേഷ് അടക്കം, ഷാഹുൽ അടക്കം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് ജോയിനിങ് എല്ലാ മാസവും ചെയ്യണം. ഒരു വർഷം ഭീമയുടെ ടാർഗറ്റ്, ഒരു വർഷം 50 പേഴ്സണൽ ജോയിനിങ് ഭീമ ചെയ്യണം. ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഒരു വർഷത്തെ ടാർഗറ്റാണ് 50 പേഴ്സണൽ ജോയിനിങ് ഒരു വർഷം ഭീമൊക്കെ ചെയ്യണം. ബാക്കി ഗ്രൂപ്പിലുള്ള എന്തോ ആയിക്കോട്ടെ. ഡെയിലി ലിസ്റ്റ് ഭീമൊക്കെ ചെയ്യണ ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. സുരേഷൊക്കെ ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. സുമേഷ് ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. ഇനി ആരാണ് ഇത് പറയണം? എല്ലാ ലീഡർമാരും ചെയ്യേണ്ടത് ഡെയിലി ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്നാൽ മാത്രമേ ഡബിൾ ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഒരു ദിവസം വർക്ക് ചെയ്യാൻ 3 ദിവസം ലീവാണ്. കറങ്ങാൻ പോകുന്നുണ്ടാവും, എല്ലാ സ്ഥലത്തും പോകുന്നു. എല്ലാ സ്ഥലത്തും നിങ്ങൾ എല്ലാവരും പോകാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും, ഞാൻ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്താണ്, അവിടെ കറങ്ങാൻ പോയിരിക്കുകയാണ്, ഇവിടെ പോയിരിക്കുകയാണ്, അവൻ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് വരെ കറങ്ങാൻ പോകാൻ വേണ്ടി ഈ സെഷൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രസന്റേഷനോ ഒരു സെഷനോ മുടങ്ങാതെ ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇന്നത്തെ ഈ ടീംമേറ്റ് തന്നെ എനിക്കറിയത്തില്ല ഞാൻ എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ലാസ്റ്റ് തീരുമാനിച്ചത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് മാത്രം ചിന്തിച്ചത്. പ്ലാൻ ചെയ്യാൻ പോലും, കോർഡിനേഷൻ ചെയ്യാൻ പോലും, സപ്പോർട്ട് ചെയ്യാൻ പോലും ആൾക്കാർ നിൽക്കത്തില്ല. എല്ലാവരും അവരവരുടെ എൻജോയ്മെന്റും പല കാര്യങ്ങൾക്കും പല ബിസിയിലും പോവാണ്. നമ്മുടെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻസ്, ഈ ബിസിനസ് നിങ്ങൾ എന്തിനാ വന്നേ? എന്തിനാ വന്നേ? ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വന്ന ആളല്ലേ? അല്ലേ? നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ? തൽക്കാലം വരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടില്ലേ? ഇല്ലേ? ആർക്കാ ജോലിയുണ്ട്? രാജീവ് ചേട്ടന് ജോലിയുണ്ട്, നിർമ്മല ചേച്ചിക്ക് ജോലിയുണ്ട്, സുമേഷിന് ജോലിയുണ്ട്, സുധീറിന് ജോലിയുണ്ട്, നൗഫലിന് ജോലിയുണ്ട്, അൻസാർ ഭായിക്ക് ജോലി, എല്ലാവർക്കും ജോലിയുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ റിട്ടയർമെന്റ് ലൈഫിലുള്ള ആൾക്കാരും, കുറച്ച് ആൾക്കാർ മാത്രമേ വീട്ടമ്മമാരുള്ളൂ. അത് ഏറ്റവും വലിയ ജോലി അവർക്കാണ്, വീട്ടമ്മമാർക്കാണ്. ശമ്പളം ഇല്ലാന്നേ ഉള്ളൂ. ശരിയല്ലേ? ശമ്പളം കിട്ടത്തില്ല. അവരോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ പണിയെടുക്കുന്നതായിരിക്കും. അല്ലെ, ജോലിക്ക് പോയ ആൾക്കാരോട് നിങ്ങൾ എന്ത് പണിയെടുക്കുന്നത്? വീട്ടിൽ ജോലി കറിയും വെക്കലല്ലേ? തിരിച്ചു പറഞ്ഞു, ഇത് വെച്ച് നിങ്ങൾ ജോലി കറി വെക്കാൻ പറഞ്ഞു നോക്കിയിട്ട് പറ്റുമോ? ഇല്ലല്ലേ? അവരും നല്ല ഹൗസ് വൈഫ് ആണെന്ന് പറഞ്ഞാൽ അത് ജോലിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെയാണ്. പക്ഷേ ലേഡീസിന്റെ പ്രത്യേകത, മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റുന്നവരാണ് ലേഡീസ്. ജെൻസിന് പറ്റത്തില്ല. അടുക്കള പണി പറഞ്ഞാൽ എന്തെങ്കിലും തല ഉറക്കത്തില്ല, തുണി ഇറക്കത്തില്ല. ലേഡീസ് ഇതും എല്ലാം ഒരുമിച്ച് ചെയ്യും. മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ലേഡീസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഒരു 2 വർഷം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കൂ. അപ്പോഴാണ്, ഇന്ന് ലീവാണ്, ഹസ്ബൻഡ് ഇന്ന് കറങ്ങാൻ പോകാൻ പ്ലാൻ ആക്കിയിരിക്കുകയാണ്, എങ്ങനെയാ സാറേ വരാൻ പറ്റും? അല്ലേ? അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ? ഇന്ന് ഞായറാഴ്ച ലീവാണ്, അദ്ദേഹം കറങ്ങാൻ പോകാൻ പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയാ ഞാൻ വരില്ല പറയാ? ഇത് സമ്മതം മൂളിയത് തന്നെ ആരും ഉദ്ദേശിച്ചല്ല കേട്ടോ. ചിരിക്കുന്ന ആളെല്ലാം വരിക്കും, ഞാൻ ആരും ഉദ്ദേശിച്ചല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. ഇന്ന് ആകെ ഒരു ലീവ് കിട്ടിയതാ, കറങ്ങാൻ പോയിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാവും. അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കാൻ തോന്നിയിട്ടുണ്ടോ? പറയണ്ട കേട്ടോ. ആരും ഉദ്ദേശിച്ചല്ല, ഇങ്ങനെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇന്നൊരു ലീവ് കിട്ടിയതാണ്, അപ്പൊ ഇന്ന് കറങ്ങാൻ പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം വഴക്കൂറും, പിന്നെ ബിസിനസ് ചെയ്യണ്ടെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളുടെ ഹസ്ബൻഡിന് ഇപ്പോഴും ഈ ബിസിനസ് എന്താ മനസ്സിലായിട്ടില്ല, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് സംഭവം, സത്യമാണ്. അല്ല, ഭീമാ മാഡത്തിന്റെ സാബുക്കായിട്ട് ഇന്നലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ സെപ്പറേറ്റ് ഇരുന്നിട്ടില്ല. ഇന്നലെ ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ടായി ഞങ്ങൾ. അദ്ദേഹം തീരുമാനിച്ചെന്നല്ലോ, ഇടക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കണം എന്നാണ്. അല്ല, ഭീമ അങ്ങനെ പറഞ്ഞു, ഇടക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കണം സാറിൻ്റെ കൂടെ, എന്നാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയും, നിങ്ങൾ ഇരിക്കണ്ട, അവരിരുത്തിക്കും, സപ്പോർട്ട് മാറും. സാജിദ ദാവൂദ് ചെയ്യേണ്ടത് ഹസ്ബൻഡിന് ഇരുത്താൻ ശ്രമിക്കുക, നീതുൽ വിജയ് ചെയ്യേണ്ടത് ഹസ്ബൻഡിന് ഇരുത്താൻ ശ്രമിക്കുക, ശമന ടീച്ചർ പറ്റി ഇരുത്താൻ ശ്രമിക്കുക. ഇത് തന്നെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നത്, അതും വേണോ? അതല്ലേ ചിന്തിക്കുന്നുണ്ടോ ഓരോ ആൾക്കാർ? വേണമെങ്കിൽ ചെയ്യുക കേട്ടോ. അവരെ സപ്പോർട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അവർക്ക് ഇപ്പോഴും ഈ ബിസിനസ് എന്താ മനസ്സിലാവാത്തതുകൊണ്ട് മാത്രം ഞാൻ പേര് വിളിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ നമ്മളെ ഫാമിലി അത്രയും ക്ലോസ് ആയിട്ട് എപ്പോഴും സംസാരിക്കുന്ന ആളാണ് പേര് വിളിച്ചതേ ഉള്ളൂ. എല്ലാവരോടും ഞാൻ പറയണം, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടാണ്. അവിടെ നിന്നാണ്, ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? എത്ര കാലമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, എന്ന് കിട്ടി തുടങ്ങിയോ?
എത്ര കാലം MC ചെയ്യുന്ന വല്ലതും കിട്ടിയോ? എത്ര കാലമായി പ്ലാൻ എടുക്കുന്നു? എന്താ കിട്ടിയത്? അതുകൊണ്ട് പ്ലാനിന്റെ അളവ് കുറയും, MC-യുടെ അളവ് കുറയും, കമ്മ്യൂണിക്കേഷൻ കുറയും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കുറയും, ഇതെല്ലാം കുറയുന്നുണ്ടോ? അത് പാടില്ല ഒരിക്കലും. നിങ്ങൾ ആദ്യം അവരുടെ പെർമിഷനാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കേണ്ടത്, അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. ഇന്നലെ ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലെഫ്റ്റ് ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹസ്ബൻഡ് പെർമിഷൻ വാങ്ങിക്കും, സപ്പോർട്ട് വാങ്ങിക്കും, അതിനുശേഷം മാത്രം ചെയ്താൽ മതി. വെറുതെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് കാര്യം നിങ്ങൾക്ക് അവരെ സപ്പോർട്ടിൽ വിജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് 100% ബിസിനസ് വിശ്വാസം ഉണ്ടല്ലോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. ഒരു ലേഡി വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ പെർമിഷൻ വാങ്ങിക്കാൻ സാധിക്കുമല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. സോപ്പിടാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? പല കാര്യങ്ങളും നമ്മൾ സോപ്പിട്ട് നേടില്ലേ അല്ലേ? സാധിക്കും. അത് ആ പെർമിഷൻ ആദ്യം വാങ്ങിക്കും. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഹസ്ബൻഡും തിരിച്ചു വരും, നിങ്ങൾ പറഞ്ഞ കേൾക്കും. പക്ഷെ നിങ്ങൾ ഇതുവരെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. അതിന് ശ്രമിക്കുക. ആദ്യം ലേഡീസ് ആണെങ്കിൽ ഹസ്ബൻഡ് സപ്പോർട്ട് വാങ്ങിക്കുക. ഇനി ജെൻസിന്റെ കാര്യത്തിൽ തിരിച്ചാണ്. ഇതിലേ ആവശ്യം അവർക്കുണ്ട്. വൈഫ് സമ്മതിക്കത്തില്ല, സാധനം വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല, നെഗറ്റീവ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ അല്ലേ? നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തൊക്കെ പെർമിഷൻ വേണമെന്നറിയോ? കിട്ടത്തില്ല. അവരെന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ജെൻസിനുണ്ട് അല്ല? വീട്ടിൽ നിന്ന് വഴക്കുണ്ടാവും, സാധനം വാങ്ങിക്കും, വേറെ ഏതെങ്കിലും പോകേണ്ടി വരും, കല്യാണത്തിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, മക്കളാവശ്യത്തിന് സ്കൂളിൽ പോകേണ്ടി വരും, എന്തിനൊക്കെ പോകേണ്ടി വരും. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിലേക്ക് ഇതിന് പോകുന്നുണ്ടാവും. അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഒന്ന് മുഖലം വീർപ്പിച്ച് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും. തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ശേഷം അത് സമാധാനിപ്പിക്കാൻ വെച്ച് പോകുന്നുണ്ടാവും. ചില ആൾക്കാർ പോകും, ചില ആൾക്കാർ പോകില്ല, ക്യാൻസലാവും. അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ഞാനിതൊക്കെ കണ്ടിച്ച് വന്ന ആൾക്കാർ, എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ അനുഭവമാണ്. ഞാനിതൊക്കെ കണ്ട് മൈൻഡ് ചെയ്യാതെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാരാണ്. ഈ ഒരുപാട് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യുദ്ധം കുറേ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ യുദ്ധത്തിലൊക്കെ ഞാനാണ് വിജയിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഓപ്പണായി പറയും അല്ലേ? എല്ലാം ഓപ്പണായി പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യം നമ്മളെ ഫാമിലി സപ്പോർട്ട് നേടിയെടുക്കുക. ഫാമിലി സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ധൈര്യം ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. പറയാ, ഞാനിതിൽ വിജയിച്ച് കാണിച്ചു തരാം, ഫിനാൻഷ്യൽ ഫ്രീഡം വാങ്ങിച്ചു തരാം, ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച് കാണിച്ചു തരാം, എന്നെ സപ്പോർട്ട് ചെയ്യും, മെന്റൽ സപ്പോർട്ട് തരും. മെന്റൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നെ ഒരു 2 വർഷത്തേക്ക് കറങ്ങാനൊന്നും വിളിക്കണ്ട, ഞാൻ വരുന്നില്ല. നിങ്ങൾ പിള്ളേരായിട്ട് പോയി, കുട്ടികളായിട്ട് പോയിക്കോളൂ, ഞാൻ വരുന്നില്ല. കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ സമയം കണ്ടെത്തും. എന്ത് എൻജോയ്മെന്റാ ഉള്ളത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ കടലിലും ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് എന്താ ഉള്ളത്? അതേ പച്ചപ്പുല്ല് തന്നെ അടുത്ത വർഷം മുമ്പ് അവിടെ ഉണ്ടാവും അല്ലെ? അതേ മരങ്ങൾ അവിടെ ഉണ്ടാവുക, അതേ നിരങ്ങുന്ന സാധനം തന്നെ കുട്ടികൾക്ക് അവിടെ ഉണ്ടാവും അല്ലെ? കടലിൽ പോയി കഴിഞ്ഞാൽ അതേ നീല കളർ വെള്ളം തന്നെയാണ്. തിര വരുമ്പോൾ ബാക്കോട്ട് ഓടണം, പിന്നെ വീണ്ടും അങ്ങോട്ട് പോകണം. ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം 2 വർഷത്തേക്ക് അതങ്ങ് ഒഴിവാക്കൂ. ഇനി ഡിസംബർ അവസാനം ജനുവരി മാസം വരെ TV തുറന്നാൽ മൊത്തം ഇലക്ഷൻ ന്യൂസ് ചെയ്യേണ്ടി വരും. എതിരില്ലാതെ ജയിച്ച സ്ഥാനാർത്ഥിമാരുണ്ടാവും, സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ടാവും. ഇതിനെ പുകഴ്ത്തി പറഞ്ഞ ചാനലുകളുണ്ടാവും. വെറുതെ 2 മണിക്കൂർ TV കണ്ട് സമയം കളയണം. അതൊഴിവാക്കി ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രീം സെല്ലേഴ്സ് ആണ്. നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്രൊഡക്റ്റ് അല്ല, നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്വപ്നങ്ങളാണ്. അവരെ എല്ലാം ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാനും, ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കാനും, ഇഷ്ടപ്പെട്ട വീട് വെക്കാനും, അതോടൊപ്പം തന്നെ മക്കളെയും കൊണ്ട് ഈ പാർക്കിലും കറങ്ങാനും പോകാതെ മക്കളെയും കൊണ്ട് നമുക്ക് തായ്ലാൻഡിൽ പോകണ്ടേ, സ്വിറ്റ്സർലാൻഡിൽ പോയിക്കൂടെ, ലണ്ടനിൽ പോയിക്കൂടെ? ഇപ്പൊ നിങ്ങളുടെ ചങ്ങായിമാർ മക്കൾ എവിടെയാണ് പോകുന്നത്? അതേ ബീച്ചിലും അതേ സൂപ്പർ മാർക്കറ്റിലും തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട, പുറത്തു പോയി കഴിക്കാം. അതൊക്കെ ഒരു രസമായി ഇപ്പം മാറിയിരിക്കുകയാണ്. ഇത് ശരിയല്ല. 2 വർഷം മാറ്റി വെക്കും അത്. ഇതൊക്കെ ഞാനും ചെയ്തുകൊണ്ടിരിക്കും. ഇതേ കടലിലും ഇതേ ബീച്ചിലൊക്കെ ഞാനും പോയി തന്നെയാണ്. 4.5 വർഷമായിട്ട് ഒരു കടലിലും ഒരു ബീച്ചിലും പോക്കില്ല, എവിടെയും പോക്കില്ല. ഞാൻ അത് പറഞ്ഞതാണ്. 5 വർഷം വരെ ഞാൻ ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ചെയ്യത്തില്ല, വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ അടുത്ത വർഷം മുതൽ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളും 5 വർഷം ഒന്നും വേണ്ട, നിങ്ങൾ 2 വർഷം മതി. ഞാൻ 5 വർഷം എടുത്തത് ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് പഠിച്ചു വന്നതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് ഒരു ഒറ്റ വർഷം കൊണ്ട് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു തരാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിച്ചു തരാൻ എന്നെ കൊണ്ട് ആവും. അത് നമ്മുടെ ടീമിനാവും, എന്നെ കൊണ്ടല്ല.
നമ്മുടെ ടീമിനെന്താവും. അതുകൊണ്ട് ആ ഗ്യാരണ്ടിയോട് പറയാണ്, കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ വർക്ക് ചെയ്യും. ഫിസിക്കലായി വർക്ക് ചെയ്യും, പഠിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ നാട്ടിലുള്ള ഒരുപാട് സെഷനൊക്കെ ഫിസിക്കൽ മീറ്റിൽ അറ്റൻഡ് ചെയ്യും. നമ്മൾ മനോജ് സാറൊക്കെ ഫുൾ ബിസിയാണ്, എങ്കിലും സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ ഫിസിക്കൽ മീറ്റ് ചെയ്ത് പഠിക്കൂ. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ഫിസിക്കൽ മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ടീം മീറ്റ് അറേഞ്ച് ചെയ്ത് ഒരു സ്ഥലത്ത് ഒരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്ത് 10-12 പേര് ഹോം മീറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും വലിയ റിസൾട്ട് ഉണ്ടാവും തോന്നുന്നില്ല. അതിന് പകരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10 പേരെ ഇൻവൈറ്റ് ചെയ്യുമെങ്കിൽ ആ 10 വ്യക്തികളെ വീട്ടിലേക്ക് ഒരു 1-to-1 മീറ്റിംഗ് ചെയ്യാൻ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായേക്കാം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്ത് ശീലമില്ല. ഞാൻ മനോജ് സാറിനോട് പറഞ്ഞെങ്കിൽ അങ്ങനെയാണ്. ഒരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്ത് 10 പേര് വരും. സെഷൻ തുടങ്ങുമ്പോൾ 2 പേര് ഇറങ്ങി ബാക്കിലൂടെ അങ്ങ് പോകും. ഒരു പകുതിയാകുമ്പോൾ 4 പേര് ഇപ്പോഴത്തേക്കും പോകും. അവസാനം 5-6 പേരുണ്ടാവും. അവർ ചായയും കുടിച്ച് അവരങ്ങ് പോകും. ആരും ജോയിൻ ആകത്തില്ല, ആരും പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുന്നില്ല. പിന്നെ ഇവരെ ഫോളോ അപ്പ് ചെയ്യാൻ വേറെ ആയിരുന്നു, നിങ്ങൾക്ക് അതിന് പറയാൻ അറിയത്തില്ല. ഇങ്ങനെയാണ് പൊതുവേ ഞാൻ കണ്ട ഹോം മീറ്റിലൊക്കെ നടക്കുന്നത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ 1-to-1 മീറ്റിംഗ് ചെയ്യുക, പഠിക്കുക, അത് കുറച്ച് ജോയിനിങ് നടത്തി നോക്കുക, കണ്ടിന്യൂ ചെയ്യുക, ഒരാളെയും വിടാതെ പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുക. റിസൾട്ട് വരും. അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്ത വ്യക്തി സപ്പോർട്ട് ചെയ്യാൻ അവർ കൂടെ പോവുക. അവർക്ക് ടീം ഉണ്ടാക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സപ്പോർട്ടും അവർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ലെവലിലേക്ക് ഡബിൾ ഇൻകത്തിലേക്ക് വരാൻ ഇപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ ആക്ടിവിറ്റി ഡബിൾ ആക്കി മാറ്റാം. എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ട് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തുകൊണ്ട് അതിന് ആക്ടിവിറ്റി ഡബിൾ ആക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡബിൾ ആക്കി മാറ്റാൻ ശ്രമിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ശ്രമിക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ലെന്ന് പറയും. ആർക്കും നിങ്ങളുടെ സാമ്പത്തിക ശേഷി എനിക്കറിയത്തില്ല, എങ്ങനെയെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ, സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ആൾക്കാർ എല്ലാവരും സപ്ലിമെന്റ് ഉപയോഗിക്കുക. പുറത്ത് കൊടുക്കുന്നതിലുപരി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കട്ടോ. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഇതിൽ വന്നിട്ട് അസുഖം വന്നു എന്ന് പറയാൻ ആൾക്കാരുണ്ട്. അസുഖം വരാതിരിക്കാൻ വേണ്ടി സപ്ലിമെന്റ് കഴിക്കുക. വന്നതിന് ശേഷം അല്ല ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൺസിസ്റ്റൻസിയിൽ മാത്രം ഫോക്കസ് ആവാതിരിക്കുക. 100 PV അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ 100% പ്രൊഡക്റ്റ് യൂസറായി മാറുക. എത്ര PV ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വെസ്റ്റീൽ വാങ്ങിച്ച് ഉപയോഗിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് മാറ്റുക മനസ്സിലാവും. 2500 പ്രൊഡക്റ്റ് ഫ്രീ പ്രൊഡക്റ്റ് എന്നുള്ള വാക്കങ്ങ് മാറ്റുക, അത് കിട്ടിക്കോളും. നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ സോപ്പ് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലേ? അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള വെസ്റ്റീലിന്റെ 100% വെസ്റ്റീലിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ 450 വാങ്ങിക്കാനില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ തീർന്ന പ്രൊഡക്റ്റ്, സപ്ലിമെന്റ് തീർന്ന അത് വാങ്ങിക്കാം, ഫ്ലാക്സോൾ തീർന്ന അത് വാങ്ങിക്കാം, ആംല തീർന്ന അത് വാങ്ങിക്കാം, തുളസി റോസ് തീർന്ന വാങ്ങിക്കാം. CMD മസ്റ്റ് ആയിട്ട് എല്ലാവരും വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇതിൽ ആരും CMD എല്ലാവരും ഉപയോഗിക്കത്തില്ലെന്ന് തോന്നി. CMD ഉപയോഗിക്കുന്നുണ്ടോ എല്ലാവരും? എല്ലാവരും CMD ഉപയോഗിക്കണം, നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ആവശ്യമുള്ള സാധനം. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത പർച്ചേസിങ് അതാക്കട്ടെ. CMD മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനം. എല്ലാവരും CMD ഉപയോഗിക്കുക, തുളസി റോസ് വാങ്ങി ഉപയോഗിക്കുക, ഫ്ലാക്സോൾ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുക. അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും സപ്ലിമെന്റ് എല്ലാം ഉപയോഗിക്കുക കേട്ടോ. വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവും. വലിയ അസുഖങ്ങളും വരാതിരിക്കുന്നുണ്ടാവും. അതുപോലെ മക്കൾക്ക് എല്ലാവർക്കും കൊളസ്ട്രോൾ കൊടുക്കുക, ആംല കൊടുക്കുക, തുളസി റോസ് കൊടുക്കുക. ഇതെല്ലാം വാങ്ങിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ 100% പ്രൊഡക്റ്റ് യൂസറായി മാറിയില്ലേ? അതില്ലേ ഈ 140 പേരുണ്ടായിരുന്നില്ലേ? ഈ 140 പേരും ഇത് ചെയ്യുമ്പോൾ വോളിയം കയറി വന്നില്ലേ? നമ്മൾ സേഫ് ആയില്ലേ? നമ്മുടെ ബിസിനസ് ഓക്കെ അല്ലേ? ഇനി വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതേപോലെ, ഇന്നത്തെ സെഷനിൽ ആരും പുതിയ ആളില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണോ ഇത് ബിൽഡ് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണോ ഈ ബിസിനസ് പിടിച്ചു നിർത്തിയത്, അതുപോലെ ഇനി വരുന്ന ആൾക്കാരെയും നമ്മൾ അതുപോലെ പിടിച്ചു നിർത്തി അവരെ ഈ ബിസിനസ്സിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാക്കി മാറ്റി അവരെയും നമ്മൾ ഇതുപോലെ കൊണ്ടുവരുന്നുണ്ടോ. കുറച്ച് ഡിലേ ആയിരിക്കും നമ്മൾ ആ ഡബിൾ ഇൻകത്തിലേക്ക് പോകാൻ. ഹൈദരാബാദ് ടീം ചെയ്യുന്ന പോലെ മറ്റുള്ള ടീം ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ ഡബിൾ ഇൻകം ഉണ്ടാക്കുക. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചിരിച്ചുകൊണ്ട് കത്തി വെക്കാൻ തന്നിട്ടുണ്ട്, അല്ലേ? അതെങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് കത്തി വെക്കാൻ? അതുപോലെ നൈസായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യും. ആരെയും വിഷമിപ്പിക്കാതെ ബിസിനസ് ചെയ്യും. ആരുടെയും ഒരു പൈസ നഷ്ടപ്പെടാതെ ബിസിനസ് ചെയ്യും. പക്ഷെ നമ്മൾ അവരെ പോലെ തന്നെ ഇൻകം ഡബിൾ ആക്കി മാറ്റും. ഇങ്ങനെ സെഷൻ വേറെ ആൾ ചെയ്തിട്ടില്ല. നിങ്ങൾ നാളെ ജ്യോതിഷ് സാറ് സെഷൻ ചെയ്താൽ ഇതിന് നേരെ തിരിച്ച് നല്ല ശക്തിയായ സെഷൻ പറയും. അദ്ദേഹത്തിന് നല്ല മോട്ടിവേഷൻ വരും കേട്ടോ. നല്ല മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷെ മോട്ടിവേഷനിൽ ആക്ടിവേഷൻ നടക്കത്തില്ല, അല്ലേ? മോട്ടിവേഷൻ കിട്ടും,
നമുക്കതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ സെഷൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അല്ലെ, നമുക്കിത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് റിസൾട്ട് വരുന്നുണ്ടോ? ഇതിൽ എനിക്കൊന്ന് സപ്ലിമെന്റ് ഉപയോഗിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെയ്യുക. ബാക്കി എല്ലാ പ്രൊഡക്റ്റും വീട്ടിലുള്ള എല്ലാ ഹോം കെയർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ? ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ? ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇനി ഇവിടെ ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നാട്ടിൽ പോയിട്ട് അത് ഉപയോഗിക്കണം. ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ്, സ്കിൻ പ്രൊഡക്റ്റ് ഒക്കെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ തന്നെയാണ്. നമ്മളെ മുഖത്തിന് കെയർ ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. അത് ഉപയോഗിക്കണം, മസ്റ്റായിട്ട് ഉപയോഗിക്കണം. കാരണം നമ്മൾ മുഖത്തിന്റെ 3 ലെയർ വരെ റിപ്പയർ ചെയ്തിരിക്കുന്ന, സ്കിന്നിൽ റിപ്പയർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റാണ്. അത് നമ്മളെല്ലാവരും ഉപയോഗിക്കണം. ഓക്കെ, വേറെ ഒന്നുമില്ല. ഏകദേശം സമയമായി. ഞാൻ ഇന്ന് ചെയ്ത സെഷൻ എന്തെങ്കിലും ഉപകാരമായി മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ സെഷനല്ല ഞാൻ സ്വാഭാവികമായി ചെയ്യാറുള്ളത്. ഓക്കെ, ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് സ്പീഡ് കൂട്ടുക, കണ്ടിന്യൂ ആക്ഷൻ ചെയ്യുക, റെഗുലറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നിങ്ങൾ അപ്ലൈൻ ആരാണോ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ആക്റ്റീവായി അപ്ലൈൻ കേട്ടോ. ഒരു മീറ്റിങ്ങിൽ കാണാതെ നിങ്ങൾ അപ്ലൈനിൽ മൈൻഡ് ആക്കണ്ട. അതിന് മേലുള്ള അപ്ലൈൻ ആരാന്ന് പരിചയപ്പെടുക, അവരെ സംസാരിക്കുക കേട്ടോ. എപ്പോഴും ജോയിൻ ചെയ്ത വ്യക്തികൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഇതിൽ പുതിയ ആൾക്കാർ ആരെങ്കിലും ചോദിക്കുക. ഇതിൽ പല ആൾക്കാർക്കും അവർ അപ്ലൈൻ അറിയത്തില്ല അല്ലേ? പല ആൾക്കാർക്ക് ഞാൻ അപ്ലൈൻ വെച്ചിരിക്കാം. നിർമ്മല ചേച്ചി ഞാനാണ് അപ്ലൈൻ വെച്ച് എന്നോട് എപ്പോഴും സംസാരിക്കും. നിർമ്മല ചേച്ചിക്ക് 4-5 അപ്ലൈൻ വേറെ ഉണ്ട്. അവരെ സംസാരിക്കാനോട് പരിചയമുണ്ടായിരിക്കില്ല. പല ആൾക്കാരും അപ്ലൈൻ ആരാന്ന് അറിയത്തിണ്ടാവില്ല. പല ആൾക്കാരും എന്നോട് കോൺടാക്ട് ചെയ്യും. കാരണം എന്നോട് സംസാരിക്കാൻ എളുപ്പമാണ്. ഇയാൾ വെറും പാവാണ്, ഒന്നും പറയത്തില്ല. ഞാൻ പാവന്നല്ല കേട്ടോ, ഒന്നും പറയത്തില്ല. നിങ്ങൾ അപ്ലൈൻ ആരാണോ അതേ ആക്റ്റീവ് ആണോ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യട്ടോ. എന്തിനാ പറഞ്ഞറിയോ? ഇല്ലെങ്കിൽ അവർക്ക് സുഖമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പണിയെടുക്കും, എന്നോട് കോൺടാക്ട് ചെയ്യും, എന്നെ പണിയെടുത്ത് കൊല്ലും, അവരവിടെ സുഖമായിട്ടിരിക്കും. അങ്ങനെ അവരെ സുഖമായിട്ട് ഇരുത്തിക്കണോ? നിങ്ങൾ അപ്ലൈനെ വെറുതെ ഇരുത്തിക്കണോ? പണി കൊടുക്കണ്ടേ? പണി കൊടുക്കണമെങ്കിൽ നിങ്ങൾ അപ്ലൈനെ തന്നെ ബുദ്ധിമുട്ടിക്കൂ കേട്ടോ. അപ്ലൈനെ തന്നെ ബുദ്ധിമുട്ടിക്കൂ. എന്നെ യൂസ് ചെയ്യണതും അതിന് മേലുള്ള ടോപ്പ് ലീഡേഴ്സിനെ യൂസ് ചെയ്യുന്നതും നിങ്ങളെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പ്രൊഡക്റ്റിന്റെ പിക്ചർ ചോദിക്കാനും പ്രൈസ് ചോദിക്കാനും ആ അപ്ലൈനോട് ചോദിക്കും. ഇന്ന പ്രൊഡക്റ്റ്, ഇന്ന അസുഖത്തിന് ഏതാ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്, ആ അപ്ലൈനോട് ചോദിക്കും. അദ്ദേഹം പണിയെടുക്കട്ടെ. അവസാനം നിങ്ങൾ പണിയെടുക്കുന്ന വരുമാനം അദ്ദേഹത്തിന് കിട്ടി നിങ്ങൾക്കും ഫീലിങ്സ് വരരുത്. പണിയെടുത്തിട്ട് തന്നെ വരുമാനം വാങ്ങിച്ചു കൊടുക്കും. ക്ലിയർ ആയില്ലേ? അങ്ങനെ അവരെ പഠിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഐഡിയ എടുക്കാൻ അറിയത്തില്ല, KYC അറിയത്തില്ല, പ്രൊഡക്റ്റിന്റെ നോളജ് അറിയത്തില്ല, KYC ചെയ്യാൻ അറിയത്തില്ല, എങ്ങനെയാ പ്രൊഡക്റ്റ് പർച്ചേസ് ഒന്നും അറിയത്തില്ല അദ്ദേഹത്തിന്. അങ്ങനെയായി മാറിപ്പോ അപ്ലൈ. അവർക്ക് കൊടുക്കൂ. അവരെ റിപ്ലൈ തരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ തരുമ്പോൾ നിങ്ങൾ മേലുള്ള അപ്ലൈൻ ആരാണ് ചോദിക്കുക, നമ്പർ ചോദിക്കുക. അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈൻ ആരാണ് ചോദിക്കുക, അപ്ലൈൻ നമ്പർ വാങ്ങിക്കുക. അദ്ദേഹത്തിന്റെ അപ്ലൈൻ നമ്പർ എല്ലാവരും കണക്ഷൻ വേണം. ഒരു കണക്ടിവിറ്റി എല്ലാ അപ്ലൈൻസുമായിട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് മേലുള്ള അപ്ലൈൻ കോൺടാക്ട് ചെയ്യാം. ആ അപ്ലൈൻ ശരിയില്ലെങ്കിൽ മേലെ അപ്ലൈൻ കോൺടാക്ട് ചെയ്യാം. മൂന്നാമത്തെ അപ്ലൈൻ ശരിയില്ലെങ്കിൽ അപ്ലൈൻ അല്ല ശരിയായിട്ട് നിങ്ങളെ ശരിയാത്തത്. ആദ്യത്തെ അപ്ലൈൻ ഓക്കെ, ആരെ ശരിയല്ലെങ്കിൽ ഓക്കെ. രണ്ടാമത്തെ അപ്ലൈൻ ശരിയല്ലെങ്കിൽ അതും ഓക്കെ. മൂന്നാമത്തെ അപ്ലൈൻ ശരിയല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഞാനാണോ ശരിയല്ലാത്തത് എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത അപ്ലൈനിലേക്ക് പോയാൽ. ക്ലിയർ ആണോ? എൻ്റെ മിസ്റ്റേക്സ് ആയിരിക്കും, അതാണ് 3 അപ്ലൈനും ശരിയാവാത്തത് എന്ന് തോന്നലുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, തൽക്കാലം ഞാൻ ബാക്ക് ടു സുരേഷ് സാറിന്. താങ്ക് യു ഷജി സർ, താങ്ക് യു വെരി മച്ച്. ഷാജി സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാവർക്കും മനസ്സിലായോ ചോദിക്കണ്ടേ. 100% മനസ്സിലായോ, 50%, ഈ 80% ഒന്ന് എല്ലാം എഴുതി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഷാജി സാറിന് മനസ്സിലാവും. ആർക്കെങ്കിലും 100% മനസ്സിലാവത്തുണ്ടെങ്കിൽ ഷാജി സാർ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ 100% മനസ്സിലായവർ ഓക്കെ 100 എഴുതുക, അത് വലിയൊരു സഹായമായിരിക്കും. ഷാജി സാർ 2-3 പ്രാവശ്യം ചോദിച്ചു കേട്ടോ, അപ്പൊ അത് പറയാൻ നല്ലതായിരിക്കും. പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ഷാജി സാറിന് അങ്ങനെയൊക്കെ പറയാം, ഇതൊക്കെ നടക്കുമോ സാറേ? പക്ഷെ തീർച്ചയായിട്ടും പറ്റും കേട്ടോ. ഷാജി സാറ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കാരണം ഷാജി സാറ്, ഖാലിദ് സാറ്, പിന്നെ അങ്ങനെ വിനോദ്, നമ്മുടെ സുമേഷ് സാറ്, ഒരുപാട് ആൾക്കാർ പുറത്ത് വിദേശത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടിലുള്ളവർക്ക് കയ്യെത്തും ദൂരത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, കയ്യെത്തും ദൂരത്ത് നമ്മുടെ കൊറിയർ സർവീസ് ഉണ്ട്. എല്ലാവരും പിന്നെ ഹോം മീറ്റ്, 1-to-1 മീറ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ട്. തീർച്ചയായിട്ടും പറ്റും കേട്ടോ. ഓരോ ആൾക്കാർ, ഓരോ വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നൊരു യാതൊരു സംശയവുമില്ല. 100% പറ്റും കേട്ടോ. ഷാജി സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഉറച്ച തീരുമാനം എടുക്കുക കേട്ടോ. ഒരുപാട് 100% തന്നെ എല്ലാവരും എഴുതുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ട് അത്രക്കും വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും 1 hour
കുറെ പേര് സെഷൻ എടുക്കുന്നുണ്ട്, 1 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ആരുമില്ല സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു നോക്ക്, അതിന്റെ സ്ട്രെസ് അറിയാൻ പറ്റും അല്ലേ? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, ഞാൻ ഈ പ്ലാനൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ, സെഷനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് പഠിക്കുമായിരുന്നു, മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സ്ട്രെസ് ആണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് അത് തോന്നുന്നുണ്ടാവും സാർ നല്ല സെഷൻ, പക്ഷെ അദ്ദേഹം എടുക്കുന്ന സ്ട്രെസ് അത് മനസ്സിലാക്കണം. പക്ഷെ അതുപോലെ നമ്മളും കൂടി ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മുടെ ടീമിന് സപ്പോർട്ട് ആവുള്ളൂ. അല്ല ഒരാൾ, മനസ്സിലായില്ല, അതിന്റെ സ്ട്രെസ് മനസ്സിലാങ്ങൾ ആ ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരും നല്ല വലിയ ഹൈ ലെവലിൽ എത്തണം. ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഹോം മീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ, സോറി, ടീം മീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ പ്രോസ്പെക്ടോട് ചോദിച്ചായിരുന്നു, വീഡിയോ ഒന്നും ഓണായിരുന്നില്ല, പക്ഷെ ഇവിടെ പിന്നെ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, സാറേ പിന്നെ ഞാൻ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി, പിന്നെ സാമ്പാർ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി, എനിക്ക് സാർ ഞാൻ പപ്പടം കൂടി കാച്ചിട്ട് ഞാൻ റിപ്ലൈ അയക്കാമെന്ന്. എനിക്ക് ആ റിപ്ലൈ അയക്കാൻ പോലും സമയമില്ല. അതായത് അവര് പിന്നെ മീറ്റിംഗിലുണ്ട്, പക്ഷെ നമ്മുടെ ഈ മീറ്റിംഗിലുള്ളവർ എല്ലാവരും കേട്ടിരിക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും പിന്നെ, കാരണം വീഡിയോ ഓണാക്കി 24 പേര് ഞാൻ കണ്ടുകൊണ്ടുണ്ടായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഓണാക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും മാക്സിമം മീറ്റിംഗ്, നമ്മൾ മീറ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബിസിനസ് നമ്മുടെ കൊണ്ടുപോകണം. ബിസിനസ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. നമ്മൾ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഷാജി സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% ഫോളോ ചെയ്തുകൊണ്ട് നമ്മളെ ബിസിനസ് എല്ലാവരും ഹൈ ഡബിൾ ട്രിപ്പിളോട്ട് പോയിക്കോട്ടെ, പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് മെസ്സേജുകൾ ഷാജി സാറിന് വന്നിട്ടുണ്ട്, എത്ര പേഴ്സെന്റ് മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹം റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ല ബിസിനസ്, നല്ല ഹൈ ഗ്രോത്ത് ഉണ്ടാവട്ടെ, നല്ല ഹെൽത്ത് ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ, വിഷ് വെൽത്ത്, ഗുഡ് നൈറ്റ്. സുരേഷ് സാർ പറഞ്ഞ 1 മണിക്കൂർ, ഞാൻ ഇതിനു മുന്നേ ഈ സെഷൻ തുടങ്ങുന്ന 1 മണിക്കൂർ മുന്നേ ഹൈദരാബാദ് സെഷൻ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ. 1 മണിക്കൂർ മുഴുവൻ ഹൈദരാബാദ് ടീമിനെ സംസാരിച്ച് വന്ന രാജിച്ചേട്ടനും പറഞ്ഞിട്ടുണ്ടാവില്ല. രാജിച്ചേട്ടൻ്റെ ടീമിൽ ഹൈദരാബാദ് ഉണ്ട്, സുരേഷിന്റെ ഹൈദരാബാദ് ടീമുണ്ട്. അവിടെ 1 മണിക്കൂർ സെഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സെഷൻ തുടങ്ങിയത്. 2 മണിക്കൂർ കണ്ടിന്യൂ സംസാരിക്കുന്നത്. അത്രത്തോളം ഇന്ന് സെഷൻ ചെയ്തു. ഈ 1 മണിക്കൂറല്ല, ഇനി ഇത് കഴിഞ്ഞാൽ ഇനി രാത്രി 12 മണി വരെ വാട്സപ്പിൽ സെഷൻ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. രാവിലെ തുടങ്ങിയതാണ് ഇത്. എന്നിട്ടും നമ്മൾ ടയേർഡ് ആവാതിരിക്കുന്നത് ആ സപ്ലിമെന്ററി പവറാണ്. ക്ലിയർ? സപ്ലിമെന്ററി പവറാണ്. ഒരു മരുന്നിന്റെ ഒരു മെഡിസിനും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, സെഷൻ കഴിഞ്ഞു. അത് സുരേഷ് ആ ഒരു സെഷൻ 1 മണിക്കൂർ സംസാരിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ 1 അല്ല 2 മണിക്കൂർ കഴിഞ്ഞു. പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ ഷാജി സാറ് പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും ഇതിന്റെ പിന്നെ എന്താ പറയാ എഫേർട്ടിന്റെ വാല്യൂ മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് അദ്ദേഹം റെഡി ആയിട്ട് നമുക്ക് ഓരോ ആൾക്കാർക്കിലേക്കും ബിസിനസ് എത്തിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്ര എടുക്കുന്ന എഫേർട്ട് അദ്ദേഹത്തിന് എത്ര, ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടെങ്കിൽ ഇന്ന് ഒരു മണിക്കൂർ, ചിലപ്പോൾ അരമണിക്കൂർ ആയിരിക്കും റിപ്ലൈ ചെയ്യുക. അതൊന്നും വിഷമിക്കണ്ട, കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടാവും. നിങ്ങളുടെ അപ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഷാജി സാറും മാക്സിമം എത്ര അപ്ലൈൻസ് ഉണ്ട് കണ്ടിന്യൂ കീപ് കോൺടാക്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു പിന്നെ വീണ്ടും ഒന്നുകൂടി എല്ലാവരും ആശംസകളും സക്സസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. വിഷ് വെൽത്ത്, ഗുഡ് നൈറ്റ്.